കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരിക്ക് അനുഗ്രഹീതമായ നല്ല നിമിഷത്തിന്റെ കുടുംബവും ദൈവസഭയിലേക്ക് എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ദിവസം കൂടി കടക്കുകയില്ല. 12:30 നിങ്ങൾക്ക് പോവുകയും വേണം. 1 മണിക്കൂർ 5 മിനിറ്റ് നിങ്ങളൊരു 1 മണിക്കൂർ 3 മിനിറ്റിനുള്ളിൽ ഞാൻ പ്രസംഗിക്കുകയും എഫീസ് ലേഖനത്തിലെ ശക്തമായ ലേഖനം ശാന്തമായിട്ട് ഞാൻ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ കേൾക്കാൻ പറ്റാത്തൊരു ചെടിക്ക് ഇങ്ങോട്ട് കയറിയിരുന്ന കേൾക്കാം. ഓക്കെ, ഒരു സൗണ്ട് എത്താൻ ഇത്തിരി പ്രയാസമാണ്. ഇത് ഇന്നത്തെ ഇപ്പം എൻ്റെ 2ാമത്തെ പ്രസംഗമാണ്. ഇനി വൈകിട്ട് പവർഷി മെസ്സേജ് കൊടുക്കണം. അപ്പോൾ എനിക്കതുകൊണ്ട് ശബ്ദത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിൽക്കുക. എഫേസ് ലേഖനം ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനമാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസിൻ്റെ ഏറ്റവും ശക്തമായ ലേഖനം എഫേസ് ലേഖനമാണ്. ഈ ലേഖനം എഫെസോസിലെ സഭയ്ക്ക് എഴുതപ്പെടുന്നതാണ്. എഫെസോസ് പട്ടണം ഒരു തുറമുഖ പട്ടണമാണ്, ഒരു തീരദേശ നഗരം എന്നതുകൊണ്ട് ഈ പട്ടണത്തിൻ്റെ പ്രചാരം ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അർത്തമിസ് ഡയാന എന്ന മ്ലേച്ഛ ദൈവതയുടെ പ്രാചീനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു നാടാണ്. അവിടെയുള്ള സഭയ്ക്ക് പൗലോസ് എഴുതുന്ന ലേഖനം. ഈ ലേഖനത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ പൗലോസിൻ്റെ കാരാഗ്രഹ പ്രാർത്ഥനകളിൽ പെട്ടെന്നാണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് ആവർത്തിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പാസ്റ്ററും ഈ കുമാർ മുഴുവൻ സിസ്റ്ററും എൻ്റെ പ്രസംഗം ഒരുപാട് കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ എത്ര പ്രസംഗിച്ചു എന്നുള്ളത് എന്നേക്കാൾ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഖവരകളിലേക്ക് പോകുന്നില്ല, മുഖവരകൾ ഒഴിവാക്കുക. എങ്കിലും ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട ഒരു ഗൗരവമായ കാര്യം, ഈ ലേഖനം ഒരു മുന്നറിയിപ്പാണ്. ഈ ലേഖനം ഒരു മുന്നറിയിപ്പെന്ന് പറയുമ്പോൾ ഇവിടെ പൗലോസ് ഈ സ്പേസ് ഉള്ളത് കൊണ്ടൊരു കൺക്ലൂഷൻ അല്ല ഇവിടെ നടക്കുന്നത്. പകരം ഏറ്റവും ഗൗരവമായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും അധികം പ്രതിപാദിക്കുന്നത് ഈ ലേഖനത്തിലാണ്. ഈ ലേഖനത്തിൽ പൗലോസിന്റെ കാരാഗ്രഹ പ്രാർത്ഥനകൾ, ദൈർഘ്യമേറിയ 4 പ്രാർത്ഥനകൾ, 2 പ്രാർത്ഥനകൾ ഈ ലേഖനത്തിലാണ്. അപ്പോൾ ആ 2 പ്രാർത്ഥനകൾ 1:15 മുതൽ 19, 3:14 മുതൽ 19. അടുത്തത് പൗലോസ് പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് ഒരു പോരാട്ടത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. അതിന്റെ കാരണം പറയുന്നത് ഒരു പോരാട്ടമുണ്ട്. അപ്പോൾ ഈ ലേഖനം ഒരു മുന്നറിയിപ്പാണെന്ന് പറയുന്നതിന്റെ കാരണം എഫെസോസ് സഭയ്ക്ക് വെളിപ്പാടിൽ ഈ ലേഖനം എഴുതുന്നു. AD 60 മുമ്പ് എഫെസ് ലേഖനം എഴുതി. എന്നാൽ AD 96 വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ആ സഭയോട് പറയുന്ന ദൂത് 8 ഗുണങ്ങൾ കൊണ്ട് അപ്രിസിയേഷൻ നടത്തുക. നിന്റെ പ്രവൃത്തി, പ്രയത്നം, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. എഫെസ് ലേഖനം വായിച്ചുകൊണ്ടിരിക്കേണ്ട അവിടെ നല്ല ഇപ്പം ഞാൻ പറയുന്നത് വെളിപ്പാടിൽ നിന്നാണ്. അപ്പോൾ അങ്ങോട്ട് കുനിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോണം, നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, നീ എനിക്ക് വേണ്ടി ചെയ്തത്, തളർന്നു പോകാഞ്ഞത്, നീ എൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ചത് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അറിയുന്നു. 8 കാര്യങ്ങൾ അപ്രിസിയേഷനാണ്. അടുത്ത പദമാണ് ആദിസ്നേഹം എന്ത് ചെയ്തു എന്നൊരു കുറവ് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ഈ കുറവ് കുറവായിട്ടൊന്നും നമുക്കിതുവരെ എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല, തോന്നിയിട്ടില്ല. നമുക്ക് ഈ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണതൊരു കുറവായിട്ട് തോന്നില്ല. കാരണം അതിനേക്കാൾ നമ്മൾ പാപത്തെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ചെറിയ പാപമുണ്ട്, വലിയ പാപമുണ്ട്. ഇത് നമ്മുടെ ഇടയിലുള്ള ഒരു പൊതുധാരണയാണ്. ചില പാപങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മാത്രം ധാരണയാണെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളിങ്ങനെ ആയതുകൊണ്ട് 8 ഗുണങ്ങൾ പറയുന്നത് കൊണ്ട് ആ ഒരു ചെറിയ കുറവായിട്ട് നമുക്കത് തോന്നുന്നില്ല. കാരണം ഈ സ്നേഹത്തിൽ നിന്ന് വീഴുന്നതൊന്നും വലിയ കാര്യമൊന്നും അല്ല. നമുക്ക് അങ്ങനെ തോന്നും, സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇത് വലിയ കുഴപ്പമാണ് അല്ല. പക്ഷേ നമ്മൾ പറയുന്നത് 8 ഗുണമുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം മറന്നാൽ പോയി. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി 8 ഗുണമല്ല വിഷയം, കുറവ് തന്നെയാണ് വിഷയം. ആ കുറവിനെ
പാപമല്ല, പക്ഷേ അത് പാപമല്ലാത്തതുകൊണ്ട് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇത് നമ്മൾ നിസ്സാരവൽക്കരിക്കപ്പെട്ട കാര്യമാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന 90% പേരും ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണവരാ. ടൗൺ ഏജ് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവരാ. നഷ്ടപ്പെട്ടവരാ. ഞാനിതിനെ വചനത്തിൽ തെളിയിച്ചു വരുമ്പോഴേ ഇന്ന് നമ്മൾ കരയും, നമ്മളിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് മതി, അതാണ് ഏറ്റവും നല്ലത്. ഇന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യ സ്നേഹത്തിൽ നിന്ന് വീഴുക എന്നത് നമുക്ക് നിസ്സാരമാണ്. പക്ഷെ സ്വർഗം പറയുന്ന കാര്യമുണ്ടോ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് അറിഞ്ഞു. അതിന്റെ അർത്ഥം നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്. 8 ഗുണമുള്ള കൊണ്ട് നീ അറിയാതെ പോയത് നീ സ്നേഹത്തിൽ നിന്ന് വീണു. അതായത് നീ സ്നേഹമുള്ളപ്പം നിന്നതൊരു ഹയർ തലത്തിലാണ്. ആ സ്നേഹം പോയപ്പോ അവിടുന്ന് താഴോട്ടാ വീണു. അതുകൊണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നെന്ന് ഓർത്താദ്യം മാനസാന്തരപ്പെട്ട. അപ്പൊ പാപമല്ലെങ്കിലും മാനസാന്തരം നടക്കണം. ആദ്യ സ്നേഹത്തിൽ. അപ്പൊ ഈ മാനസാന്തരം നടന്നില്ലെങ്കിൽ എന്താ? വീണ്ടും പറയുന്നത്, ഞാൻ വരികയും നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നീക്കുകയും ചെയ്യും. ശ്രദ്ധിച്ചോണേ, ഈ എഫെസോസ് സഭ, ഞാൻ ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് കാര്യം പിടികിട്ടും. 12 പേരിൽ ആരംഭിക്കുന്ന ഒരു സഭ. 3 മാസം പൗലോസ് പ്രസംഗിക്കുമ്പോൾ 12 ഉള്ളൂ. 2 കൊല്ലത്തെ ശുശ്രൂഷ തുടരുന്നു. 3 കൊല്ലം പൗലോസ് പാർത്ത് ശുശ്രൂഷ. അപ്പോഴാണ് ഇനി ഞാൻ പറയുന്ന കാര്യം ഒരു ആലങ്കാരിക ഭാഷ പ്രയോഗത്തിൽ പറയുമ്പോൾ നമ്മുടെ കൺവെൻഷൻ വേദികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഏതാ തുറനോസിന്റെ പാഠശാലയിൽ ചെറിയ കൂട്ടത്തിൽ വെളിപ്പെട്ട ഉണർവിന്റെ ജ്വാല, മുഖമൊക്കെ തെളിഞ്ഞു വരുന്ന എനിക്കറിയാം. ആ ഉണർവിന്റെ ജ്വാല. അടുത്തത് 50,000 ശേക്കൽ വില വരുന്ന മന്ത്രവാദ പുസ്തകങ്ങളെ കൂട്ടിയിട്ട് ചുട്ടരിക്കത്തക്കവണ്ണം ഒരു ഉണർവ് അല്ലേ. ഇവിടെ ഞാനത് ആലങ്കാരികമായിട്ട് പറയാൻ എന്നറിയാം. ഇതല്ല വലുത്. കാരണം ഈ 50,000 ശേക്കൽ വില വരുന്ന മന്ത്രവാദ പുസ്തകം കൂട്ടിയിട്ട് ചുട്ടരിച്ചവരെ ആദ്യ സ്നേഹത്തിൽ നിന്ന്. അപ്പൊ ഇന്ന് എഫെസോസ്, തുർക്കിയിലെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് എഫെസോസ്. ഇന്നവിടെ സഭയില്ല. ഇന്നവിടെ സഭയില്ല. മുസ്ലിം ശക്തികളുടെ പിടിയിലാണ്. അപ്പൊ ഈ നമ്മൾ ബഹളം ഉണ്ടാക്കുന്നതിന് വലിയ അർത്ഥമൊന്നും. അപ്പൊ അത് കേട്ടിട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. ഏത് കേട്ടില്ല? തുറനോസിന്റെ പാഠശാലയിൽ 12 പേര് തീ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയവരിന്നില്ല. അവരെ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീഴിക്കാൻ സാത്താന് കഴിയില്ലെങ്കിൽ കാര്യം പറയാനുണ്ട്. അവരുടെ ചീഫ് പാസ്റ്റർ പൗലോസാണ്. അപ്പോസ്തല പ്രവൃത്തി 18 പൗലോസ് എഫെസോസിൽ ചെല്ലുന്നു. 19 പൗലോസ് അവിടെ ശുശ്രൂഷയിൽ ശക്തിപ്പെടുന്നു. 20 എഫെസോസിലെ ലീഡേഴ്സിന് വികാരം നിർഭരമായ ഒരു സന്ദേശം, മുന്നറിയിപ്പ് കൊടുക്കുക. അപ്പൊ ഈ മുന്നറിയിപ്പ് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പോയതിന് ശേഷം. കാര്യം അതാണ്. കാരണം പൗലോസ് അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല. അത് വലിയ അത്രത്തോളം തീവ്രമായി ഒരിടയന്റെ ശുശ്രൂഷ അനുഭവിച്ചവർ വീഴ്ച കണ്ടോ. ഇനി എഫെസി ലേഖനം ഒരു ഇങ്ങോട്ട് നോക്കിക്കോളൂ. എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നി, ഞാൻ അപ്പോൾ വാക്യം പറയാം. അപ്പൊ എഫെസോസ് സഭയ്ക്ക് ഈ ലേഖനം കൊടുക്കുമ്പോൾ ടൈറ്റിൽ എങ്ങും വ്യക്തികളുടെ പേരില്ല. കൺക്ലൂഡ് ചെയ്യുമ്പോൾ വ്യക്തികളുടെ പേരില്ല. ആർക്കും വന്ദനമില്ല. മറ്റു ലേഖനങ്ങളിൽ പേരെടുത്ത് വന്ദനമുണ്ട്. കാരണം ഈ ലേഖനം പ്രാദേശികമായ ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇതെല്ലാ സഭയ്ക്കും ഉള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എഫെസോസ് സഭയ്ക്ക് വലിയൊരു അപകടം വരുന്നതിന് മുൻപ് ആത്മാവിൽ എഴുതി കൊടുക്കുക, ഒടുവിൽ കർത്താവിലും ഈ പൗലോസിന്റെ ശുശ്രൂഷ അനുഭവിച്ചവരുടെ ഗതി ഇതാണെങ്കിൽ നമ്മള് ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ആത്മീയൻ നിൽക്കുന്നത് പോർക്കളത്തിലാണ്. നമുക്ക് പോരാട്ടം ഉണ്ട്.
ഈ പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പോരാടിയേ പറ്റൂ. നമുക്ക് പോരാടാതെ മുൻപോട്ട് പോകാൻ പറ്റില്ല. കാരണം തീയിലും വെള്ളത്തിൽ കൂടെയുള്ളൊരു യാത്രയാണ്. പോരാടി എത്തേണ്ടതാണ്. കാരണം നിത്യതയിലേക്കുള്ള യാത്രയാണ്. സാത്താൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നത് നമ്മൾ നിത്യതയിലെത്തും മുൻപ് നമ്മളെ ഒതുക്കാൻ. നമ്മൾ അതുകൊണ്ട് തന്നെ പോരാടിയേ പോകാൻ പറ്റും. അപ്പൊ പോരാടാതെ മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോരാടി. അതുകൊണ്ടൊരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി അശ്രദ്ധ പാടില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എഫെസ്യർ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. 5:15 മുതൽ 16 വായിക്കേണ്ട ബാക്കി എഴുതിയിട്ടുണ്ട്. ജ്ഞാനികളെ സൂക്ഷ്മതയോടെ. അപ്പോൾ ഒരു ആത്മീയൻ ഈ പോർക്കളത്തിൽ നിൽക്കാൻ എന്ന മാനദണ്ഡങ്ങളുണ്ട്. ഇനി പോർക്കളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആയുധം തന്നിട്ടുണ്ട്. 2 ക്രിയാപദങ്ങൾ അവിടെ ഉണ്ട്. സർവായുധവർഗം ധരിക്കുക, സർവായുധവർഗം എടുക്കുകയും. അപ്പൊ 2 കാര്യം: എടുക്കുക, ധരിക്കുക. കവചമുണ്ട്, ശിരസ്ത്രമുണ്ട്, അരക്കച്ചയുണ്ട്, കാൽച്ചട്ടയുണ്ട്, ചെരുപ്പുണ്ട്, വാളുണ്ട്, പരിചയമുണ്ട്. അപ്പൊ ഇത്രയും സംരക്ഷണമുണ്ട്. ഇതിൽ നിന്നൊരു കാര്യം പറയണം, ഇതെല്ലാം മുൻഭാഗം സംരക്ഷിക്കപ്പെടുക. അതുകൊണ്ട് ഈ പോർക്കളത്തിൽ പിരിയരുത്. ഈ പോർക്കളത്തിൽ എന്ത് ചെയ്യരുത്? കാരണം മുൻഭാഗമെല്ലാം കവറിങ്, പിൻഭാഗത്ത് കവറിങ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തിരിഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് ഇനി പോരാട്ടത്തിൽ നമ്മൾ ഒരു നിമിഷം പോലും അശ്രദ്ധയോ അലക്ഷ്യതയോടെ ഇരിക്കരുത്. കാരണം ഇവിടെ നമുക്ക് പോർക്കളത്തിൽ റെസ്റ്റ് ഇല്ല. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഇന്റർവെൽ ടൈം ഒന്നും ഇല്ല. നമ്മള് വെടിവെച്ചോണ്ടതിനിടയ്ക്ക് പാകിസ്ഥാൻ പട്ടാളം പറയുന്നു 2 മിനിറ്റ് പിന്നെ ചായ കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ വെടിവെക്കാം. അതില്ല. ഈ പോർക്കളത്തിൽ അങ്ങനെ ഒരു റെസ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോർക്കളമാണെന്നുള്ളത് കൊണ്ട് വളരെ ജാഗരൂകരാണ്. ഇതില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ വീണുപോകും. ഒന്നുകിൽ പൊരുതുക, ഇല്ലെങ്കിൽ തോറ്റ് അവൻ അടിമയാകും. ഇപ്പം ദൈവം നമുക്ക് അധികാരം തന്നു, ആയുധം തന്നു. ആയുധം അധികാരം ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സാത്താൻ ഒരിക്കലും നമ്മേക്കാൾ വലുതല്ല, അവൻ ചെറുതാണ്. പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ സാത്താൻ, കാരണം അവനിൽ ആയുധമൊന്നും ഇല്ല, നിരായുധന. കർത്താവ് അവനെ കാൽക്കീഴാക്കിയതാണ്. അവൻ ആരായി? നിരായുധനാണ്. അവന്റെ ആയുധമില്ല, തന്ത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് അധികാരവും. ആയുധവും അധികാരവും. ഇനി മനസ്സിലാക്കേണ്ടത്, ആയുധവും അധികാരവും ഉള്ളത് കൊണ്ട് ഒരിക്കലും സാത്താന് നമ്മെ നേരിട്ടൊരു ഫൈറ്റിൽ ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൻ നേരിട്ട് ഫൈറ്റിന് വരും. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മേക്കാൾ കരുത്തനായ വ്യക്തിയോട് ഒരിക്കലും ജയിക്കില്ലെന്ന് ഉറപ്പുള്ളവനോട് നേരിട്ട് മുട്ടും ഇല്ല. പിന്നെ ഒരു രാഷ്ട്രീയ തന്ത്രം എന്താന്ന്, ചാണക്യതന്ത്രമാണ്. എന്താണെന്നറിയാമോ? നിന്നേക്കാൾ ബലമുള്ളവൻ, നിന്നേക്കാൾ ആയുധബലമുള്ളവൻ, നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് ഉറപ്പുള്ളവനെ മിത്രമാക്കുന്നതാണ് ഏറ്റവും നല്ല തന്ത്രം. യുദ്ധതന്ത്രം അതാണ്. പ്രബലനായ ശത്രുവിനെ എന്താക്കുക? മിത്രമാക്കുക. ഇവിടെയാണ് പിശാചിന്റെ പദ്ധതി. നമ്മുടെ ആത്മീയതയിൽ എന്ന് പറയാൻ പോകുന്നത് സ്പിരിച്വൽ വാർഫെയർ, ആത്മീയ യുദ്ധമാണ്. ആത്മീയ യുദ്ധം എന്ന് പറയുന്നതൊന്നും സാധാരണ 3 ദിവസമൊക്കെ എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം. ഞാനിപ്പോൾ ഇനി 45 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കണ്ടന്റ് പറഞ്ഞുതരാം. കാരണം അത് നിങ്ങൾ മനസ്സിലാക്കണം, ബേസിക്. അപ്പോൾ ഈ പോർക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സാത്താൻ നേരിട്ട് വരില്ല, നേരിട്ടൊരു ഫൈറ്റിന് മുതിരില്ല. അപ്പൊ സാത്താൻ ഉപയോഗിക്കുന്ന കുതന്ത്രം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പൂച്ചത്തല, കോഴിത്തല, പണം പിടർത്തിരിക്കുന്ന പാമ്പ്, തെറ്റിപ്പു കിടക്കുക, പിന്നെ മുട്ട, എന്തോ തകിട്, കൂട്, ഇതൊക്കെ കണ്ടിട്ട് അതിന്റെ ചുറ്റിലും നമ്മൾ 40, 21, 7 അങ്ങ് നടത്തുക. പക്ഷെ എന്റെ പ്രിയരെ, ഇത് ഡെമ്മികളാണ്. പൗലോസ് എഫെസ്യ ലേഖനം 4:27 പറയുന്നത് പിശാചിന് ഇടം കൊടുക്കുന്നത്. അത് നമ്മൾ മലയാളത്തിൽ ഗ്രീക്കിൽ ട്രാൻസ്ലേഷൻ, പിശാച് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഇടവരരുത്. പിശാച് തോറ്റവനാ, പക്ഷെ നിങ്ങളെ പരാജയപ്പെടുത്താൻ. അപ്പോ തോറ്റിട്ടും ആയുധമില്ലാഞ്ഞിട്ടും
അല്ല, അവൻ ശ്രമിക്കുന്നത് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റും. അവൻ അതിനാ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 2:11 പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കും, അവന്റെ തന്ത്രങ്ങളെ നാം. ഇത് പറയുമ്പോ ഈ പൗലോസ് എഴുതുമ്പോ ഈ എഫെസോസ് സഭയ്ക്ക് അപകടം വരുമ്പോ ഇങ്ങനൊരു അനർത്ഥം വരും മുൻപ് ആത്മാവിൽ എഴുതി കൊടുക്കുകയാണ് ഈ ലേഖനം. അപ്പൊ ഒരു ആത്മീയന്റെ അരികിലേക്ക് സാത്താൻ വരുന്ന വഴി ഇൻഡയറക്റ്റ് ആണെങ്കിൽ 4 തരത്തിലാണ് ഒരു സാത്താൻ ഒരുവനിലേക്ക് വരിക. വേറെ വഴിയൊന്നും ഇല്ല. 4 തന്ത്രങ്ങൾ. അതിലൊന്ന് പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഇച്ചിരി വേഗത കൂടുതൽ, വളരെ പെട്ടെന്ന് വാക്യം വായിക്കണം. എബ്രായ ലേഖനം 12:4. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും കണ്ടുവല്ലോ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ. അപ്പൊ സാത്താൻ നമ്മിലേക്ക് അവൻ വരാൻ അവന്റെ ശ്രമം, അവൻ നമുക്കെതിരെ ഉപയോഗിക്കുന്ന തന്ത്രത്തിൽ ഒന്നാമത്തേത് വരുന്നത് പാപം. പാപത്തിന്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. നമ്മൾ വിചാരിച്ചത് ഒനീഡ ടിവിയുടെ പരസ്യത്തിൽ വരുന്ന പോലെ വരുമെന്നാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത്. അങ്ങനല്ല വരുന്നത്. അവൻ വരുന്നത് പാപത്തിന്റെ രൂപം. നമ്മുടെ പാപം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ ഇത് വേണമെങ്കിൽ സുവിശേഷ യോഗത്തിന് പാപത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ സഭയിൽ എന്ത് ചെയ്യരുത്, പറയണ്ട. കാര്യം ഞങ്ങൾ ഓൾറെഡി പാപമോചനം. അയ്യോ, ഞാൻ പാപമോചനം അല്ല പറയുന്നത്, പാപ സ്വഭാവത്തെ ജയിക്കണം. ഇതിന് ഇത്ര വലിയ ഗൗരവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വേദപുസ്തകത്തിൽ നമ്മൾ ഹീറോയെ കാണുന്നവരെല്ലാം വീണവരാ. അത്ര അറിയാം. നമ്മൾ ഈ ഹീറോയായിട്ട് കാണുന്ന എല്ലാവരും എന്ത് ചെയ്തവരാ, വീണവരാ. അവരെ എല്ലാം വീഴ്ത്തിയവനോടാ നമ്മൾ മുട്ടാൻ ചെല്ലുന്നത്. നമ്മേക്കാൾ കരുത്തന്മാര് വീണ പോർക്കളത്തിലാ നമ്മൾ ഈ ഡിസംബർ നിൽക്കുന്നത്. വലിയ കേൾവി കേട്ട പ്രസിദ്ധരായ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ വീണു. പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ദേമാസ് വീണു, ഹ്യൂമനിയോസ് വീണു, അലക്സാണ്ടർ വീണു, ഫിലോത്തോസ് വീണു. ഇവരെല്ലാം വീണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം. അതുകൊണ്ടാ മുൻകൂട്ടി ഭക്തൻ ഓർമ്മിപ്പിക്കുന്നത്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം. അങ്ങനല്ലല്ലോ വാക്യം. അതാ അങ്ങനെ വായിക്കും. എങ്ങനെ വാക്യം? പാപത്തോട് പോരാടുന്ന നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ആരാ ഇത്? എബ്രായ വിശ്വാസികൾ. അവരോട് പറയാൻ നിങ്ങൾ ഇതുവരെ നിന്നിട്ടില്ല. എബ്രായ വിശ്വാസികള് ഇതാക്കി നമ്മുടെയൊക്കെ. അപ്പൊ അതാണ് വീണവരാ കൂടുതൽ. ഇനി ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, പാപത്തിന്റെ മുൻപിൽ വീണാൽ എന്ത് സംഭവിക്കും? നഷ്ടം. ഒന്നാമത്തെ നഷ്ടം വാക്തത്വം നഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഒന്നുകിൽ നമ്മൾ ആ പാപം ചെയ്താൽ പിശാചിന്റെ അടിമയാണ്. അതാണ് 1 യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. അപ്പൊ പാപം ചെയ്യിപ്പിക്കുമ്പോ സാത്താൻ ലക്ഷ്യം എന്താണെന്നറിയാം? എതിരാളിയെ മിത്രമാക്കുക. എതിരാളിയെ മിത്രമാക്കാൻ സാത്താൻ ഉപയോഗിക്കുന്ന കുതന്ത്രം പാപം ചെയ്യിപ്പിക്കുക. പാപം ചെയ്യാൻ ടെൻഡൻസി വരുമ്പോൾ ഓർത്തോണം, നീ ഇപ്പോഴും നമ്മള് ശാസിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അമ്പലത്തിലെ ശക്തി അഴിയട്ടെ, പിന്നെ ദേശാധിപതി അഴിയട്ടെ, ഒഴഞ്ചേരി ഭൂതങ്ങളെല്ലാം ഓടട്ടെ. ഭൂതം എന്ത് ചെയ്യുക? ഭൂതം ഇത് കേട്ടിട്ടല്ല പറയുന്നത്. ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മള്. അവനാ പിടിച്ചോണ്ട് നടക്കുന്നത്. നമ്മളെ കൊണ്ടുപോകുന്ന അവനോടായി ഉടക്കുന്നത്. അവൻ പറഞ്ഞ സാരമില്ല, പോട്ടെ, അറിയാത്തോണ്ടല്ലേ. ക്ഷമിച്ചേക്ക്, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ അറിയേണ്ട ഏറ്റവും ഗൗരവപരമായ കാര്യം, കാരണം ഒരു ആത്മീയ വിളിയുള്ളവനെ, അതാ വേറെ ആരും വേണ്ട, വിളിയുള്ള വാക്തത്വമുള്ള ദൈവപ്രവൃത്തിയുള്ള ആത്മീയന് നേരെ സാത്താന്റെ കുതന്ത്രം നിന്നെ പാപം ചെയ്യിപ്പിക്കുന്നത് അവന്റെ ഇഷ്ടം. ഇനി ഞാന് ചെയ്യിപ്പിക്കുന്ന ഇഷ്ടം എന്നൊക്കെ പറയുമ്പോ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യത്തിന് നിസ്സാരമായ കാര്യമൊന്നുമല്ല.
ഇത് നിസ്സാര കാര്യമേ ഇല്ല. നമ്മൾ നിസ്സാരമായിട്ട് കരുതിയെങ്കിൽ പാപം ഇരിക്കുന്നത് എവിടെയാണ്? റോമർ 7:23 പറയുന്നു. വായിച്ചോ, 7:23 റോമർ. ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിലുണ്ട്. അവന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി. പാപപ്രമാണത്തിന് എന്നെ ആരെ ബദ്ധനാക്കി? എങ്ങനെ ജയിപ്പിക്കുന്നത്? എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്റെ അവയവങ്ങളിലുണ്ട്. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ഒരാത്മീയന്റെ ആത്മീയ നന്മയോടുകൂടെ ആത്മീയനെ കൊണ്ട് ബന്ധിക്കുക. എവിടോട്ട് ബന്ധിക്കുക? പാപപ്രമാണത്തിന് എന്നെ ബന്ധിക്കുക. അപ്പൊ ഈ പാപപ്രമാണത്തിൽ ബന്ധിക്കുമ്പോ ഈ പാപം ഇരിക്കുന്ന എവിടെയാ? അവയവത്തിൽ. നമ്മളിതുവരെ ശാസിച്ച എങ്ങനെയായിരുന്നു? വെളിയിലിറങ്ങി നിന്നിട്ട് അവിടുന്നുള്ള കാവിന്ന് അഴിഞ്ഞു പോട്ടെ, കാവിന്ന് അഴിയട്ടെ, കാവിന്ന് അഴിഞ്ഞു, എന്നിട്ട് അത് എങ്ങോട്ട് പോകും? അതാ ചിന്തിക്കേണ്ടത്. നമ്മൾ ആദ്യം ഭൂതത്തെ ഇറക്കുന്ന ഉപദേശിമാരെല്ലാം ചിലതിനെ കൊണ്ട് അഴിഞ്ഞിട്ട്, ഞാനും അങ്ങനെ ജയിപ്പിച്ചു. 2005 ഇളകിയ ഭൂതത്തെ കൊണ്ട് ഞാനും 2002 ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്ക് ഉറങ്ങും. വെളുപ്പിന് 3 ഈ പിശാചികൾ പോകാൻ ഒന്നും 20 പേരും അഡ്രസ്സും ഒക്കെ ചോദിക്കുമായിരുന്നു. ഒന്ന് ആരാ? 139. എങ്കിൽ ഇന്നത്തെ ദിവസം തീർന്നു. ഓരോന്നിന്റെ പേര് പറഞ്ഞ് കാണിച്ച് പോകണം. അവസാനം അതിനോട് പറയുന്നത് പാതാളത്തിലേക്ക് പോകാനാണ്. അറിവില്ലായ്മയായിരുന്നു അന്ന്. അപ്പം അതും പറയുന്നു പോകാമെന്ന്. പിന്നെ പിടികിട്ടിയപ്പോഴാണ് പിടികിട്ടിയത് അത് പോകുന്നില്ലെന്ന്. പിന്നെ പിടികിട്ടിയത് നമ്മളെ കളിപ്പിക്കുക. അത് പറഞ്ഞാൽ പാതാളത്തിൽ പോകാൻ ഉദ്ദേശിച്ചു. നമ്മളിവിടെ സത്യം ചെയ്ത് പുറകോട്ട് വീണു, അത് പോയി. പക്ഷേ ഈ എപ്പോഴാണ് പിടികിട്ടിയത്? എതിരദേശത്തെ ഭൂതകളായി. ഭൂതം ആ മനുഷ്യനിൽ നിന്ന് പോയി 2000 പന്നിയുടെ മേൽ കയറി. പന്നിയെല്ലാം കൂടെ വെള്ളത്തിൽ വീണ് ചത്തു. ഭൂതം എവിടെ പോയി? ഇല്ല. അടുത്ത വാക്യത്തിൽ എഴുതി പട്ടണം അവന്റെ നേരെ ഇളകി. അപ്പൊ ഈ ഭൂതമല്ല എങ്ങോട്ട് പോയി? പട്ടണത്തിൽ. അതായത് ലീലാമയിൽ ഇറങ്ങിയാൽ സൂസമേയുടെ മണ്ടയ്ക്ക്, സൂസമേന്ന് ഇറങ്ങിയാൽ ജോർജ് കുട്ടിയുടെ മണ്ടയ്ക്ക്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാരാമണ്ണി കാണും, മാരാമണ്ണിൽ നിന്ന് ഇറങ്ങിയാൽ ചെട്ടിമുക്കി വരും, ചെട്ടിമുക്കിൽ നിന്ന് പോയാൽ കുറിയന്നൂർ കാണും. ഇത് ഇങ്ങനെ കറങ്ങുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ കൂടെ അവിടെ ഇരിക്കുന്നതിന് പോയി ശാസി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകുന്നു പറഞ്ഞു. ഭൂതം അഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് എവിടെ പോകുന്നു? ഭൂതം പറയുന്നത് നിന്റെ കൂടെ വരാ. കാര്യം നിന്റെ അവയവത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. ഈ പാപം ഉള്ളത് കൊണ്ട് എനിക്ക് നിന്നിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. പിശാചിനെ അടുക്കാൻ ഏക മാധ്യമം പാപം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അത്രയും റിലേഷനാണ്. പിന്നെ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. പാപം ചെയ്യുന്ന നീ ഇന്ന് മാടനെയും മറന്ന് എട്ടി എന്നെ കൂടെ ശാസിക്കുമ്പോ അതുങ്ങൾ പറയുന്നത് ഇവിടെ നിന്ന് ഇറക്കിയാലെന്നെ മോളാ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ അങ്ങനെ. അപ്പൊ ഇന്ന് തീരുമാനം എടുത്തോണ്ട് നമ്മൾക്ക് എനിക്ക് മാത്രം എന്താ പോരാട്ടം? കാര്യം ഇത്രേ ഉള്ളൂ. കാരണം നീ പാപം ചെയ്തിട്ടുണ്ട് നാടനും മറുത യക്ഷി അതുപോലെ എല്ലാം നിന്റെ വീട്ടിലെ താമസം. ചുരുക്കി പറഞ്ഞാൽ നിന്റെ വീടിന് പേരിട്ടിരിക്കുന്നത് ബേർഷേവെന്നൊക്കെ ആണെങ്കിലും ബ്രാക്കറ്റിൽ കാവെന്ന് പറഞ്ഞ് ഇടണം. കാര്യം ഇതിനല്ലേ ഇവിടെ താമസിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ഇന്ന് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ അവയവങ്ങളിൽ എന്തുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങോട്ട് കയറി അടിക്കുന്നതിന് നല്ലത് യേശുവിന്റെ നാമത്തിൽ അടിക്കട്ടെ. യേശു ഇങ്ങനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ അവയവങ്ങളെ എന്ത് ചെയ്യണം? അതാണ് പഴയ നിയമ പ്രമാണം. പഴയ നിയമ പ്രമാണപ്രകാരം നമ്മൾ വ്യക്തമായി പഠിച്ചു വരുന്ന പാഠം പഴയ നിയമ ആലയത്തിലെ ഓരോ ഉപകരണങ്ങളും എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണമായിരുന്നു. അപ്പൊ പഴയ നിയമത്തിലെ ആലയത്തിലെ ഉപകരണങ്ങൾ അഭിഷേകം ചെയ്യണമെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു വിശ്വാസിയുടെ എല്ലാ അവയവങ്ങളും അഭിഷേകം ചെയ്യണം. നമുക്ക് നാക്ക് മാത്രം അഭിഷേകം ചെയ്തിട്ടുണ്ട്, ബാക്കിയൊന്നും ഇല്ല. അടുത്ത കാര്യം നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്നറിയോ? നമ്മൾ ഈ പാപത്തോട് പൊരുതുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മീയ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പാപമൊക്കെ ചെയ്താൽ ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ നമ്മൾ ഫുൾ വെള്ളയാകുമ്പോൾ നമുക്കൊരു തോന്നൽ വരുന്നത് ഞാൻ ഓൾറെഡി ശുദ്ധിയില്ല. പിന്നെ നമ്മുടെ വാക്കുകളുണ്ട് രക്തത്താൽ കവർ ചെയ്യുക, അങ്ങനെ രക്തത്താൽ കഴുകുക. ഈ കഴുകുന്നതിനൊക്കെ ഒരു പരിധിയില്ല.
ഇതെന്താ മഴയോ? ഡെയിലി ഞാൻ കഴുകാൻ. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പാപം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ചെയ്തിട്ടും പലരും ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ അനുദപിക്കാൻ പറ്റാത്തതിന്റെ കാര്യം, പിശാചൊരുവനെ പാപത്തിൽ വീഴ്ചാൽ അവൻ അനുദപിക്കാൻ പറ്റത്തില്ല. വലിയ അപകടമാണ്. കാരണം ദൈവത്തിൽ നിന്ന് ഒരുവനെ അകറ്റണമെങ്കിൽ പാപം ചെയ്താൽ മതി. അതോടുകൂടി ദൈവത്തിൽ നിന്ന് അകലും, പിശാചിനോട് അടുക്കും. പിശാചിനോട് അടുപ്പിക്കുന്നതിന്റെ കാര്യം നിന്നെ ജയിക്കാൻ പറ്റുകയില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ നിനക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നത് ഈ പാപം ജയിപ്പിക്കുന്നത്. അതാണ് സുവിശേഷം 4:3 വായിക്കും. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. എപ്പോഴാ? അല്ല, ഉപസിച്ച് തീർന്നപ്പോഴല്ല, ശരിക്കും വായിച്ചേ. അല്ല, എപ്പോഴാന്ന് അറിയണ്ടേ? വായിച്ചു. അവൻ 40 പകൽ 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. എപ്പോഴാ പിശാച് വന്നേ? അല്ല, ഉപസിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറയരുത്. അതിന്റെ ഒരു പ്രത്യേക കാര്യമുണ്ട്. യേശുവിന് വിശന്നു. വിശപ്പെന്ന് പറയുന്നത് ആമാശയത്തിൽ ഭക്ഷണമില്ലാതായപ്പോൾ ആമാശയത്തിൽ നിന്ന് ബ്രെയിനിലേക്ക് വരുന്ന സിഗ്നൽ ഭക്ഷണമില്ല. ആ ഭക്ഷണമില്ലായ്മ ബ്രെയിൻ അറിഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ തരുന്ന ഒരു ഇമോഷനാണ് എന്ത്? വിശപ്പ്. അപ്പൊ യേശുവിന്റെ ഇമോഷൻ ആർക്ക് പിടികിട്ടി? യേശുവിന്റെ ഇമോഷൻ പിടികിട്ടിയെങ്കിൽ പിന്നെ നമ്മുടെ ഇമോഷൻ, നമ്മൾ ഈ ദൈവസന്നിധി വന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ വിചാരം അറിയാമോ? നമ്മൾ ഈ ദൈവസന്നിധി വന്ന് 10 മുതൽ 12 വരെ നമ്മൾ ഉഗ്രൻ അഭിനയമാണ്. കയറി കഴിയുമ്പോൾ സ്കാർഫ്, ഷാളം, മുന്താണി തലയിലോട്ട് വീണ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി? പിന്നെ വീട്ടിൽ പറയുന്ന പോലെ പറയത്തില്ല, വീട്ടിൽ സംസാരിക്കത്തില്ല, മുഖഭാവത്തിലാകെ മാറ്റമായി, നമ്മളൊന്നാകെ ക്യാരക്ടറായി. പിന്നെ നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഡ്നെസ് ഒക്കെ മുഖത്ത് വരുത്തി. അതാ ഇനി ആണുങ്ങളാണെങ്കിലും അത് തന്നെ, വീട്ടിലിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ലുക്കിലും അതേ സ്വഭാവത്തിലോ. പക്ഷെ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന ഗബ്രിയേൽ ഇരിക്കുന്ന പോലെയാണ്. അല്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ മനസ്സിൽ നിങ്ങളുടെ ഭർത്താവിനെ നോക്ക്, അപ്പോഴറിയാമല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇനി നിങ്ങൾക്കൊരു കൊതി, എന്തൊരു താഴ്മ, അല്ലെങ്കിൽ ഈ ഇരിപ്പ ഇതെന്ന് പറയുമ്പോൾ അന്ന് കയറിയപ്പോഴേ പുള്ളി ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വരുന്ന ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയയുടെ അകത്ത് 2 വൈബ്രേഷൻ ഇട്ട് ഹല്ലേലൂയ വരുമ്പോഴേ നമുക്ക് തോന്നും കരച്ചിലാണോ എന്ന് ഒരു സംശയം വരും. ഇതാ നമ്മുടെ ശരിക്കുള്ള രീതി. അപ്പോഴീ ഇത് കാണുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്ത ഇതിൽ പിശാച് പേടിക്കുമെന്നാണ്. ഇത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇത് പിശാചിനെ കുറിച്ച് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. പിശാച് പേടിക്കുകയല്ല. പിശാച് എന്താ പറയുന്നറിയോ? അവൾ അഭിനയിക്കുക. 2 മണിക്കൂർ അവൾ രാവിലെ 10 മുതൽ 12 വരെ എന്തിനു പോയി? അഭിനയിക്കാൻ പോയി. പോർക്കളത്തിൽ നിന്ന് അഭിനയിച്ചാൽ ഇന്ത്യൻ പട്ടാളം കാർഗിൽ ഇരുന്ന് അവിടെ മലമണ്ടയ്ക്കാണ് പാകിസ്ഥാൻകാർ, നമ്മൾ താഴെ. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നമ്മളിതാ ചെയ്യുന്നേ. നല്ല ശബ്ദമല്ലേ? വിശ്വന്റെ നാമത്തിൽ പോയി പിശാച് പോയി. എന്റെ ഒച്ച കേട്ടപ്പോ പിന്നെ യോബിനൊരു വാക്യമുണ്ടല്ലോ, അവൻ അവർക്ക് നേരെ അതിന്റെ പേരിൽ അടിച്ചിട്ടിരിക്കുക. ഇത് ആദ്യം മനസ്സിലാക്കിയ ഗാലറിയിൽ ഇരുന്ന് കൈ അടിച്ചത് എങ്കിൽ IPL എത്ര ഭൂതം പോകണമായിരുന്നു. ISL IPL നടക്കുമല്ലോ. എന്നെ ആടിയാണ് അടിക്കുന്നത്. ഈ കയ്യടി നമ്മൾ തെറ്റിദ്ധാരണ. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ പോകുന്നു പറഞ്ഞാൽ നമ്മൾ ഈ ബഹളം വെക്കുന്നേ. ഇവിടെ അതല്ലെന്ന് പിശാച് പറയുന്നത്. അവൾ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 12:30 കഴിയുമ്പോൾ അവൾ നിർത്തും. പിന്നെ 12:45 ആകുമ്പോൾ അവിടെ നിറങ്ങും. 12:50 അവൾ പോകുന്നത് പിന്നെ ഏത് ബസ്സാണോ ആ ബസ്, ഇന്ന ബസ്സിൽ കയറി 7ാമത്തെ സീറ്റിലിരിക്കും. പോകുന്ന പോക്കിൽ മാരാമണ്ണ് കഴിയുമ്പോൾ 3 സിനിമാ പോസ്റ്റർ ഉണ്ട്. അത് 3 അവൾ വായിക്കും. വായിച്ചിട്ട് പിന്നെ നായകനെ അവൾ നോക്കും. നോക്കിയിട്ട് അവളുടെ മനസ്സിൽ പിന്നെ അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരെ അതായ മറക്കും. അതാരുടെയെന്ന് വെച്ചാൽ അതിൻ്റെ ആ ചോപ്പി പിടിച്ച് ഞെക്ക്. ആരെങ്കിലും ഒന്ന് പിടിച്ച് ഞെക്കി. അപ്പൊ ശ്രദ്ധിച്ചോ, നമ്മുടെ
ചിന്താഗതികളൊന്ന് മാറണം. സ്തോത്രം. നമ്മൾ ഇന്ന് നടത്തുന്ന അഭിനയങ്ങളൊന്ന് താഴ്ത്തി വെക്കണം. കാരണം ഇവിടെ ഉപവസിക്കുന്ന ഭൂതം വരില്ല. യേശു 40 ദിവസം ഉപവസിക്കുമ്പോൾ പിശാച് റെസ്റ്റിംഗ് പോയി, പ്രകൃതി ചികിത്സയ്ക്ക് പോയി, കുഴിച്ചിൽ പിടിച്ചിൽ കിഴിയിടുക. കാര്യം ഇത് കഴിഞ്ഞ് അവൻ ശക്തിയോടാ വരുന്നത്. ആര്? ഉപവസിക്കാൻ പോയവൻ, ഉപവസിക്കാൻ പോയിരിക്കവൻ, അവൻ ശക്തിയോടെ വരുന്നത്. ഞാനപ്പോ എന്ത് ചെയ്യണം? പുള്ളി അതിന് കുഴിച്ചിലിനും പിടിച്ചിലിനും പോയിട്ട് പുള്ളി ഇങ്ങനെ പുതിയ പ്ലാൻ ചെയ്യുക. അപ്പോഴാണ് നോക്കിയിരിക്കുക, പുള്ളി ഹിസ്റ്ററി മൊത്തം പുള്ളിയിലുണ്ട്. എപ്പോ വിശക്കും അപ്പോളേ വരൂ. അപ്പൊ യേശുവിന്റെ ഇമോഷൻ അറിയാം, നമ്മുടെ ഇമോഷനും പിശാചിന് എപ്പോ നീ കൊച്ചുച്ചി വെക്കുമെന്നും എപ്പോ ഡോറാ പൂജി വെക്കുമെന്നും ഒക്കെ ആർക്കറിയാം? പിശാചിനറിയാം. നീ എപ്പോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമെന്ന് പിശാചിന്, എപ്പോ നീ ഇൻസ്റ്റാഗ്രാമിൽ കയറുമെന്ന് പിശാചിന്, നിന്റെ ചാറ്റിംഗ് ഹിസ്റ്ററി മൊത്തം പിശാചിന്, നിന്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി പിശാചിന്, നീ വീട്ടിൽ ഇരുന്ന് കുശുമ്പ് പറയുന്നത് പിശാചിന്. നമ്മളിതെല്ലാം അറിയത്തില്ല. രക്തത്താൽ കവർ ചെയ്തെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ കവറാണെങ്കിൽ യേശുവിന്റെ അടുത്ത് വരുവാൻ. നമ്മളിതിരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഇത് ഞാനീ പറഞ്ഞു വരുന്നതിന്റെ കാര്യം, ഒരു സഭ ചരിത്രത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. ഒരു സഭയില്ല. പൗലോസ് ചീഫ് പാസ്റ്ററായ സഭയില്ലെന്ന് പറയുമ്പോൾ ആ സഭയിലെ ആളുകൾ ആരൊക്കെയാ? അക്വിലാസ്, പ്രിസ്കില്ല, ആ സഭയിലെ വീടില്ല. അവരാ സഭ വിശ്വാസികളാ, അവരില്ല. അപ്പൊ ആ സഭയുടെ ചരിത്രം നോക്ക്. എത്ര ഒരു ഹയർ റലത്തിലായിരുന്നു അവര്. ഉയർന്ന നിലയിൽ നിന്നാണ് അവർ വീണുപോയത്. ഈ സഭയെ തകർത്ത് കളയാൻ സാത്താൻ ഉപയോഗിച്ച കുതന്ത്രം, അതാ പൗലോസ് പറയുന്ന ഇടം കൊടുക്കരുത്. നമ്മള് ഈ പാപം എന്നൊക്കെ പറയുമ്പോൾ വലുതും ചെറുതുമായിട്ട് ഇരിക്കുമ്പോ പിശാചിന് വലുതും ചെറുതും ഉണ്ടോ? എല്ലാ ധർമ്മം പാപം. ഏത് അനീതിയും പാപം. നന്മ ചെയ്യാവുന്നത് പാപം. ദുഷ്ടന്റെ കണ്ണ് പാപം. അലങ്കാരികളുടെ ദീപം പാപം. മുഖപക്ഷം പാപം. ചെയ്യേണ്ടത് ചെയ്യാതിരുന്ന പാപം. ചെയ്യരുതാത്തത് ചെയ്ത പാപം. ദൈവത്തോട് ശത്രുത്വം പാപം. പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം. മുഖപക്ഷം പാപം. ലംഘനം പാപം. നമുക്കാകെ വ്യഭിചാരം പാപം. അതുകൊണ്ട് അതില്ല. ബാക്കി മൊത്തം കയ്യില്. മോഹിക്കരുത് പാപം. നമുക്കാണെങ്കിൽ മോഹമേ ഉള്ളൂ. ഒരു നല്ല സാരി കൊണ്ടുവന്നാൽ അത് മോഹിക്കും. നല്ല ചുരിദാറാണെങ്കിൽ അത് നോക്കും. എന്നിട്ട് അത് നോക്കുന്നത് എവിടെ ഡിസ്കൗണ്ട് ആണോ, അതിന് ആ ബില്ലുണ്ടോ എന്ന് നോക്കും. കൊതുകിന് ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തിട്ടാണോ വീട്ടിൽ വിളിച്ചു വരുത്തുന്നത്? കൊതുക് ഇങ്ങനെ നടക്കുക, ഇതിലേ കയറാം. പൗലോസ് അതാ പറഞ്ഞു, സാത്താനിടം പറയുന്നത്. ഒന്നുകിൽ ഇന്ന് നമ്മള് പൊരുതി ജയിക്കുക, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് സറണ്ടർ ആകുക. സറണ്ടർ ആയിട്ട് എന്ത് ചെയ്യണം? അവിടെ തന്നെ പുള്ളിക്ക് അടിമയാകുക. പൗലോസ് പറയുന്നൊരു ഈ വാക്കിന്റെ ഈ ഇടം കൊടുക്കരുതെന്ന് പറയുന്നത് വേറൊരു പദം കർത്താവ് പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകത്തിന്റെ ആരംഭം. കായനെ പാപത്തിന്റെ വാതിൽക്കൽ, അതിന്റെ ആഗ്രഹം നീയും അതിനെ കീഴടക്കണം. അപ്പൊ അതിന്റെ ആഗ്രഹം ആരോടാ? നമ്മൾ പറഞ്ഞ ഞാനിപ്പോ ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഒഴിയാൻ പറ്റത്തില്ല. ഇതിൽ കൂടെ അല്ലാതെ വേറെ വഴി ഇല്ല. പാപം നിന്റെ വാതിൽ കിടക്കും. നിനക്ക് പോകേണ്ട വഴിയിൽ ആര് കിടക്കുക? അപ്പൊ നീ ഒഴിഞ്ഞ അടുക്കള വഴി പോകാൻ പറ്റിയല്ല. വാതിലുള്ളതല്ല ആരുണ്ട്? അപ്പൊ നീ പറഞ്ഞ ഞാൻ ഇറങ്ങുന്നില്ല ഇവിടെ ആജീവനാന്ന് കിടക്കാം. പക്ഷേ പാപം വാതിൽക്കൽ, അതിന്റെ ആഗ്രഹവും നിന്നോടാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ പോകുന്നില്ല, പക്ഷെ ഞാൻ ഗുണത്തിനും ദോഷത്തിനും പോകുന്നു. നീ പോകണ്ട, അത് വരും. അതിന് നിന്നോട് ആഗ്രഹം. ഇവിടെ പറയുന്നത് നീ കീഴടക്കണം. ഈ റെസ്ലിങ്ങിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. ഈ റെസ്ലിംഗ് നടക്കുക കാട്ടാകുസ്തിയല്ല, റെസ്ലിംഗ്. അതായത് 4 റിംഗ് വലിച്ചു കെട്ടി അതിനകത്ത് കിടന്ന് റഫറി ഇടയ്ക്ക് നിന്നുള്ള കുസ്തി ഉണ്ടല്ലോ. അതിലെന്ന് പറയുമ്പോൾ ഒരാൾ തളരെന്ന് പറഞ്ഞ റെഫ്യൂറെ നടത്താം. പിന്നെ പോയി ഇരുത്തിയിട്ട് പിടിക്കുന്നു, ഞെക്കുന്നു, അണപ്പ് തീരുന്നു, വെള്ളം കുടിക്കുന്നു, വീണ്ടും വരുന്നു. ഈ റെസ്ലിങ്ങിനകത്ത് ഈ അണപ്പ് നിൽക്കുന്ന പരിപാടിയില്ല. ഇതിന്റെ കയറുന്നതിന് മുമ്പ് പേപ്പർ എഴുതി ഒപ്പിടണം. ഇടി കൊണ്ട് മരിച്ചാൽ അത് ഞാൻ സ്വയമായിട്ടാണ് ഒപ്പിട്ടിട്ട് കയറുമ്പോൾ മേളിൽ നിന്ന് ഗ്രില്ല് വന്ന് കവർ ചെയ്യും. എന്നിട്ട് ഈ അകത്തോട്ട് കയറി 2 പേര് ഇടിക്കേണ്ട 2 പേരും കയറ്റിയിട്ട് പുറത്ത് വന്ന് കുച്ചിയിട്ട് ലോക്ക് ചെയ്തിട്ട് കയറ്റി വിടുക. ഇടി തുടങ്ങി കഴിച്ചിട്ട് നിൽക്കാൻ ഞാൻ നനച്ച് അണപ്പ് തീർന്നും പിടിക്കാം.
അവൻ നല്ല മൂടില്ല, നമ്മൾ അണച്ചെന്ന് പറഞ്ഞ് അവൻ നിർത്തുവോ? ഇതാ പറഞ്ഞത്, പാപം നിന്റെ അതിന് നിന്നോട് ആഗ്രഹം, കീഴടക്കാതെ രക്ഷയില്ല. ഒന്നുകിൽ നീ അവൻ അടിമയാകുക, ഡു ഓർ ഡൈ, ഇതല്ലാതെ ഓപ്ഷൻ ഇല്ല. പൊരുതുക അല്ലെ അടിമയാകുക. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ പാപം എന്നൊക്കെ പറയുമ്പോൾ വരുന്ന വഴിയൂടെ പറയാം പെട്ടെന്ന്. യാക്കോബിന്റെ ലേഖനം എടുക്കാം, 1:12 വായിച്ച്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വാഗ്ദത്തം ചെയ്ത ജീവകിരണം പ്രാപിക്കും. ഇവിടെ പരീക്ഷ, ഈ പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഈ പരീക്ഷ നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് ഓടി വരുന്ന ഈ പരീക്ഷ തരുന്നത് ദൈവമാണെന്നാണ്. കൂടുതലും പേരുകൊണ്ട് കിരീടം തരുന്നത് ആരാണ്? ദൈവം. അതുകൊണ്ട് പരീക്ഷ തരുന്നതും ദൈവമാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിൽ കഷ്ടത, പുതിയ നിയമത്തിലെ കഷ്ടതയ്ക്ക് 3 പാർട്ടാണ്. ബാലശിക്ഷ, രണ്ടാമത് പരിശോധന. യാക്കോബ് 1:3 പരിശോധന. പരിശോധന ഡൊക്യുമിനോ എന്ന വാക്ക്. ആ വാക്കിന്റെ അർത്ഥമാണ് ടെസ്റ്റ്, പ്രൂവ് ചെയ്യുക, ട്രൈ ചെയ്യുക. 3 വാക്കാണ് അതിനർത്ഥം. അത് പരിശോധന എന്ന് പറഞ്ഞാൽ ടെസ്റ്റാണ്, പ്രൂവ് ചെയ്യുകയാണ്, പിന്നീട് അതെന്റെ ട്രൈ ചെയ്യുക. അതായത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ഞാൻ നടത്തുന്ന ട്രൈ ആണ് പരിശോധന. അടുത്ത എന്റെ ടെസ്റ്റ് പേപ്പറാണ്. കാരണം ഇതുവരെ പഠിച്ചത് ഞാൻ ശരിയാണെന്ന് ഞാൻ തെളിയിക്കുക. അതാണ് എൻ്റെ പരിശോധന. അല്ലാതെ പരീക്ഷ വെച്ച് തോൽപ്പിക്കാനാണെന്ന് ചിലരുടെ ചിന്ത. പഠിക്കാത്തവർക്ക് തോൽപ്പിക്കാനാ, പക്ഷെ പഠിച്ചവർക്ക് അടുത്തതിലേക്ക് ട്രൈ, ഞാൻ അടുത്തതിലേക്ക് കയറാൻ നടത്തുന്ന ശ്രമമാണ് പരിശോധന. അപ്പൊ ഈ പരിശോധന നടത്തുന്നത് കർത്താവിന്റെ ദാസൻ പത്രോസ് പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വിലയേറിയത്. അപ്പൊ പൊന്നിനേക്കാൾ വിലയേറിയത്, പൊന്നിനെ തട്ടാനാണ് പരിശോധിക്കുന്നത്. പൊന്നിനെ തട്ടാൻ പരിശോധിക്കുന്ന ചട്ടിക്ക് നടുവിൽ ഉമിയുടെ നടുക്ക് ചേട്ടയ, ആ കനലിന്റെ നടുക്ക് ഉരുക്ക് പീഠം. ആ പീഠത്തിന് ചൂട് പിടിക്കും, എന്നാൽ ആളിക്കടൽ കത്തിക്കത്തില്ല. ഇരുമ്പിനെ കത്തിക്കുന്ന ഉല പോലല്ല പൊന്നിനെ ശോധന ചെയ്യുന്നു. രണ്ടും രണ്ടാണ്. ഇരുമ്പിനെ ആളിപ്പടർന്ന് തീയാണെങ്കിൽ പൊന്നിന് അത്ര വേണ്ട ചൂട് മാത്രം മതി. അപ്പൊ ഇവിടെയാണ് ദൈവം ഒരു വിശ്വാസത്തിന്റെ, ഒരു ആത്മീകന് തരുന്ന ഏറ്റവും വലിയ ഉറപ്പ്. ഈ പ്രതികൂലം ആളിപ്പടരാൻ ഞാൻ എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കില്ല. കാര്യം ഇത് നിന്നെ തകർക്കാനല്ല, നിന്നെ പണിതെടുക്കാൻ, അടുത്തതിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ, അടുത്ത ഘട്ടത്തിലേക്ക് നിന്നെ എനിക്കൊന്ന് നീ തെളിയിക്കണം, നീ പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിത് അനുവദിക്കുകയാണ്. ഇനി ഈ പൊന്നിനെ ചൂടി വെച്ച് കഴിയുമ്പോൾ ഉരുകി തുടങ്ങി ഉരുകിയ കീടം മാറുന്നത് വരെ അവിടെ ഇരിക്കണം, എത്തിക്കാതിരിക്കണം. ഈ ചൂടടിക്കുന്നതനുസരിച്ച് ഉരുകുമ്പോൾ കീടം മാറിക്കൊണ്ടിരിക്കും. അതുവരെ തട്ടാനെ ഒരു ലെൻസ് കണ്ണി വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. ഉരുകി തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് അറിയോ, ഇത് അന്ധകാര വ്യാപാരം, പോലിക്കെട്ട്, ബന്ധനം, പള്ളിപ്പോര്, പൗരോഹിത്യക്കെട്ട്, പാരമ്പര്യക്കെട്ട്, ചൊല്ലിയഴിക്കാൻ 7 ഉപദേശിമാരും വന്നു. ചൂടായില്ലെന്ന് തോന്നുന്നു, തട്ടന്ന് ചൂടായില്ലെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെ ഇരിക്കുന്നത്, ചൂടാകുന്നില്ല, ഉരുകുന്നില്ല. അങ്ങനെ അവരെല്ലാം വന്നു, അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ പിടി കിട്ടി. തടയുക, ഇച്ചിരൂടെ ഒന്ന് കൂട്ടി പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല. ചൂട് കൂടിയപ്പോൾ തന്നെ പറഞ്ഞു എന്റെ കുറവായി വെല്ലുവിളി, ഇച്ചിരി ഉരുകി എന്ന് തോന്നുന്നു. അപ്പൊ ഇച്ചിരി കൂടി കടലിട്ടു. അന്നേരത്തിന് കരയാണ് എന്റെ കുറവാണോ, ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ കുറവാണോ എന്നല്ല, എന്റെ കുറവാണ്. അപ്പൊ അത്ര എത്തി. അപ്പൊ ഇത്തിരി കൂടെ ചൂടിട്ടു, ക്ഷമിക്കണേ. അപ്പോഴാ തട്ടാൻ കറക്റ്റായി. അപ്പൊ ആ കുറവ് പിടികിട്ടിയപ്പോ തട്ടാൻ ആ കീടം, കല്ല്, മണ്ണ്, അതിലുള്ള ചെമ്പിന്റെ അംശം, ഇതര ലോകത്തിന്റെ അംശം നീക്കിക്കൊണ്ടേയിരിക്കുക. എല്ലാം നീക്കി കഴിഞ്ഞ് തട്ടാന്റെ മുഖം ആ പൊന്നിൽ തെളിയുന്നുടനെ പുറത്തെടുക്കും. അപ്പൊ ഇതാണ് വിശ്വാസത്തിന്റെ പരിശോധന. അതുകൊണ്ട് ഇന്ന് താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധി ആഞ്ഞടിക്കുന്നെങ്കിൽ നമ്മൾ ഇതൊന്ന് ശോധന ചെയ്യാം. നമുക്കറിയുന്നേക്കാൾ കൂടുതൽ കർത്താവിനറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ എവിടെങ്കിലും ഇനി ക്രമീകരിക്കപ്പെടാനുണ്ടോ എന്ന് ചോദിക്കുക. ആ ഭാഗം ക്രമീകരിച്ചാൽ ഇറങ്ങാം. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരിക്കാം. എവിടെ? ആ ചൂടില് മൂടി തീ പിടിച്ച് അവിടെ തന്നെ ഇരിക്കുക, ചൂടടിച്ച് അവിടെ ഇരിക്കുക. അത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് ഇറങ്ങണം.
ഈ പരിശോധന നടക്കുമ്പോൾ തട്ടാൻ അടുത്തുണ്ടാവും. വിശ്വാസത്തിന്റെ പരിശോധന കർത്താവ് കൂടെ. ഇനി മൂന്നാം ഘട്ടമാണ് പരീക്ഷ. അതാണ് 1:12 വായിച്ച വാക്ക് പരീക്ഷ. പൈറാസ്മോസ്, ഗ്രീക്കിൽ പൈറാസ്മോസ്. ആ വാക്കിന്റെ അർത്ഥം ടെംപ്റ്റേഷൻ, പ്രലോഭനം. ഈ പ്രലോഭനം എന്തിനാണെന്നറിയാമോ? ഉള്ളിടത്തുനിന്ന് വലിച്ച് താഴോട്ടിടാൻ. പ്രലോഭനം താഴെ ഇടാൻ. എന്നാൽ പരിശോധന അപ്പൊ പരിശോധിക്കുന്ന അടുത്തതിലേക്കാണെങ്കിൽ പ്രലോഭനം താഴോട്ടിടാൻ. അപ്പൊ ഈ പ്രലോഭനം നടത്തുന്ന ആള് പ്രലോഭകൻ. ടെംപ്റ്റേഷൻ തരുന്നത് ടെംപ്റ്റർ. പരീക്ഷ നടത്തുന്നവൻ പരീക്ഷകൻ. അപ്പൊ ഇവിടെ പരീക്ഷ നടത്തുന്ന ആളാരാ? ഇവിടെ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻ തരുന്ന ആളാരാണ്? പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കാതെ പോയി. അതിന് തെളിവ് 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും എന്ത് ചെയ്ത് പറയുന്നത്? ദോഷങ്ങളാൽ. പക്ഷെ നമ്മള് ഈ വാക്യം ഞാൻ വായിപ്പിക്കുന്നതിന്റെ കാരണം പറയിപ്പിച്ചതെങ്കിലും നിങ്ങൾ തെറ്റിയണേ. നമ്മൾ പറയുന്നത് ദൈവം ദോഷങ്ങളാൽ ആരെയും അങ്ങനെ പറഞ്ഞേനെ. കാര്യം അങ്ങനെ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നു. പക്ഷെ ദോഷങ്ങളാൽ കാക്കോസ്, ആ വാക്കിന്റെ അർത്ഥം ഈവിൾനെസ്, ഡെർട്ടി, സിൻ എന്നാണ്. അപ്പോൾ പാപത്താൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് ആര്? ദൈവം. അതുകൊണ്ടാണ് എബ്രായർ 4:15 പറയുന്നത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെടും. അപ്പൊ പാപത്തിന് മാത്രം യേശുവിനെ പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഈ പരീക്ഷയ്ക്കും പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അടുത്തത്, ദൈവം ആരെയും ദൈവം ആരെയും പ്രലോഭിപ്പിക്കുന്നില്ല. പിന്നെ അടുത്തത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. സ്വന്തം മോഹത്താൽ ആകർഷിച്ച്. അപ്പൊ ഇത് നമ്മുടെ അകത്ത് ഈ മോഹത്താൽ ആകർഷിക്കപ്പെടുക. അപ്പൊ ഈ മോഹം വരുമ്പോഴേ ആരാകർഷിക്കുന്നുണ്ട്? അതായത് നമുക്ക് അറിയത്തില്ല. പുറമേ ഉള്ള പ്രകടനങ്ങളിലാണ് നമ്മുടെ ആത്മീയം നിൽക്കുന്നത്. പുറമെയുള്ള പ്രകടനങ്ങളിൽ. ഇന്നിന്റെ ആത്മീയതയുടെ നിലനിൽപ്പ് ഉപരിവിപ്ലവമായ പ്രകടനങ്ങളില്ല. പക്ഷെ പ്രകടനങ്ങൾ നടത്തുന്നവരുടെ അകത്ത് കയറി കിടക്കുന്നത് ഞാനിത് പറഞ്ഞു വരുന്നത് വളരെ ഗൗരവമായ കാര്യം. കാരണം ഇത് മനസ്സിലാക്കാതാണ് പലതും വീണുകൊണ്ടിരിക്കുക. നമ്മൾ പക്ഷെ ഞാൻ ഇനിയും പറയുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. ഇതിനകത്തിരിക്കുന്ന ഒരു 80% വീണിട്ടിരിക്കുക. പ്രകടനം കൊണ്ടൊന്നും ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രകടനം കൊണ്ട് പറഞ്ഞാൽ വീട് തെന്നി വീണ് കിടക്കുക. പക്ഷെ ആ പ്രകടനത്തിന് കുറവൊന്നും പാപം ചെയ്യുന്നവൻ മറക്കരുത്. വീട്ടിലോട്ട് പോകുമ്പോൾ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം. എപ്പോഴും പാപം ചെയ്യാൻ ടെൻഡൻസി വരുമ്പോൾ പറയണം പാപം ചെയ്യുന്നവൻ മറക്കരുത്. ഇത് പറഞ്ഞുകൊണ്ട് പോകണം. ഇത് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴത് അല്ലാതെ വഴി തുറക്കും. ഉന്നത വിഭാഗൻ അതൊക്കെ വിട. അതൊക്കെ പിന്നെ അതിനു മുമ്പേ ഉന്നത വിഭാഗനെ നേറ്റിക്കൊണ്ട് ചിലപ്പം നമ്മുടെ ഈ പരസ്യത്തിന്റെ സ്റ്റേജ് കണ്ടിട്ടില്ലേ? പരസ്യത്തിന്റെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വലിയ ലോറിയിൽ സ്റ്റേജ് സെറ്റ് ചെയ്യും. ബോക്സും എല്ലാം സെറ്റ് ചെയ്ത് ലോറിയിലാണ് പ്ലാറ്റ്ഫോം. എന്നിട്ട് ലോറി ഓടിച്ചുകൊണ്ട് സ്റ്റേജോടെ പോവുക. അപ്പൊ നമ്മൾ ഇതുപോലെ ആരാധിക്കുന്ന നോക്കി ഒരു സ്റ്റേജിലാണ് ഇരുന്ന് ഷറബഹനാദി എന്നൊക്കെ പറയാം. ഓടിക്കുന്ന ലോറിയുടെ ഡ്രൈവർ ആരാന്നറിയാമോ? നമ്മളതിലായിരിക്കുന്നത്. നമ്മള് അവിടുന്ന് റക്കാമാനൊക്കെ പറയുന്നുണ്ട് വണ്ടി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പാപം ചെയ്യുന്നവൻ അതാണ്. ആ പാപം ചെയ്യരുത്. അത് അതിൽ പറഞ്ഞു വരുന്നൊരു കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മെ പ്രലോഭിപ്പിക്കുന്ന സാത്താന്റെ കുതന്ത്രം ഓരോരുത്തരും സ്വന്തം മോഹത്താൽ
ഞാൻ അതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് മുമ്പേ വായിച്ച വാക്യത്തിൽ നിന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് കർത്താവിന്റെ അടുത്ത് സാത്താൻ വന്നു. എപ്പോഴാ വന്നത്? വിശന്നപ്പോൾ വന്ന് കർത്താവിന്റെ അടുത്ത് സാത്താൻ കൊണ്ടുവന്ന പരീക്ഷ, പ്രലോഭനം. എന്താ ചെയ്യുന്നറിയാം? നമ്മൾ വിചാരിക്കുന്നത് ഇത് മൊത്തം നിനക്ക് തരാം, എന്നെ വണങ്ങ്. അതാണോ? പിന്നെ ഈ കല്ല് ദൈവപുത്രനെങ്കിൽ ഈ കല്ല് യേശുവിന് എന്താ വേണ്ടത്? പിശാച് കൊണ്ടുവന്ന എന്താ? ഇത് രണ്ടും ഒത്തു. നമ്മളായിരുന്നെങ്കിൽ ഉപവാസം കഴിഞ്ഞ് ഇതുപോലെ അപ്പം കൊണ്ടുവന്നു. നമ്മളാണ് എന്തു പറയും? പിറ്റേയാഴ്ച നമ്മുടെ പാട്ട് നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതെ ഇരുന്നിടുവോ? 40 ദിവസം ഞാൻ ഉപസിച്ചു പ്രിയനെ. ഞാൻ ചോദിക്കുന്നതിലും അത്യന്തം ഞാൻ ചോദിച്ചു. ഞാനൊരു ചെറിയൊരു ഒരപ്പോ ചോദിച്ചു. എന്റെ ദൈവം എന്റെ മുമ്പിൽ കണ്ട കാലല്ല. എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഇതെന്ന് പറഞ്ഞ ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഗ്ലോറി. ഇത് കേട്ട് നമ്മളും കൂടെ അടി. ഇങ്ങനെ പലതും മേടിച്ച് നന്ദി പറയുമ്പോ നമ്മൾ ട്രാപ്പിലായിരിക്കുക. നമ്മുടെ മോഹത്തിനൊത്തു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവം കൊണ്ടെന്ന. ഇത് നമ്മളാണെങ്കിൽ സംഭവിക്കാൻ അറിയാമോ? ഇതെല്ലാം കൂടെ മേടിച്ചു വെച്ച് നമ്മുടെ പല നന്ദി പറച്ചിലൊക്കെ ഇതാണ്. നമ്മുടെ പല വിടുതലുകളും ഒക്കെ ഇതാ. നമ്മുടെ മോഹം അറിഞ്ഞ് ചൂണ്ടേരെ കൊടുത്ത് അവരിട്ടു. അതെല്ലാം കൂടെ കൊത്തി വിഴുകിയിട്ട് തൊണ്ടക്കുടിയിൽ നിമ്പച്ചുകൊണ്ട് നമ്മൾ പാടുന്നത് പാട്ടുകളൊക്കെ വരുക. ഇതൊക്കെ 31 വെച്ചിരിക്കുന്ന പാട്ടാ. ഇവിടെ മാറി 31 പാടാൻ പറ്റില്ല. തൊണ്ടക്കുരി ഇരുന്ന് ഇങ്ങനെ പാടുക. എന്നിട്ട് നന്ദി പറയുമ്പോ സ്വർഗത്തിൽ പിതാവ് ഞെട്ടുക. പുത്രനെ നോക്കുകയാണ്. പുത്രൻ വന്നു അതല്ലേ. അപ്പൊ പരിശുദ്ധാത്മാവിന് 2 പേരോട് നോക്കുക. കൊടുത്തോ? ഞാൻ കൊടുക്കും. ഇവര് 3 പേർ നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ അതിന്റെ തൊണ്ടക്കുടിയിൽ എന്തോ കുരുങ്ങിയിട്ട് അത് കിടന്ന് പറയുന്നല്ലോ ദൈവം തന്നു. പിശാച് പറയുന്ന ആ ചൂണ്ടടച്ച എന്നെ കണ്ടില്ല. അവൾ ഉപവാസം കഴിഞ്ഞപ്പോഴേ ഞാൻ ഇര ഇട്ട് കൊടുത്തു. അവളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന എന്താണെന്ന് എനിക്കറിയായിരുന്നു. അതിനൊത്ത് ഞാൻ ഇര ഇട്ട് കൊടുത്തു. നമ്മളൊരു മീനെ പിടിക്കാൻ ചൂണ്ടയിടുന്നത് ഏത് മീൻ വേണോ അതിനൊത്ത ഇരയല്ലേ? നമ്മൾ പോയി പിന്നെ കരിമീനെ പിടിക്കാൻ വേണ്ടി മട്ടൻ ബിരിയാണിയുടെ പീസ് എടുത്തിട്ടുകൊണ്ടിരിക്കും. അതിന് വേണ്ട എന്താണെന്നറിയാം. അതുകൊണ്ട് വിചാരിച്ചില്ലായിരിക്കും. അതാണ് നമ്മൾ വളരെ മാനസാന്തരം വേണം. കാരണം ഒരു ആത്മികന്റെ ഹൃദയത്തെ ഒന്നിയിൽ നിന്ന് നമ്മൾ പരിപാടി നിർത്തിയിട്ട് അമ്പലമെങ്കിൽ അമ്പലം, പള്ളിയെങ്കിൽ പള്ളി, അവിടെ പോയി മര്യാദയ്ക്ക് ഇതിന്റെ എന്റെ പുറകെ പോകും. അടിപൊളി പാപവും ചെയ്ത് നരകത്തിലോട്ട് നേരിട്ടങ്ങ് പോവുക. അല്ലെ പിന്നെ ഇതിനെ തൂത്തറിഞ്ഞ് ജയിച്ചു കയറുക. അല്ലാതെ 2 ഇടയ്ക്കുള്ള വഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയരെ, ഇതിന്റെ അപകടം നിങ്ങൾ തോറ്റാൽ പരസ്യക്കോലമാകും. പിശാചിന്റെ തന്ത്രം എന്റെ പൊന്നങ്ങളെ, അങ്കിളിനെ കൊണ്ട് പാപം ജയിച്ചു വീഴിക്കുക മാത്രമല്ല, വീണതിലൂടെ 10 എണ്ണത്തെ കൂടെ അപവാദം കേൾപ്പിക്കും. അതല്ലേ വന്ന് വീട് കഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു കേട്ടില്ല. അയ്യോ അവിടെ ഉള്ളതെല്ലാം കള്ളന്മാരാ, മൂത്ത കള്ളന്മാർ. ഇവൻ അതിനകത്തായിരുന്നു ചൂണ്ടായിട്ട് അപ്പുറത്ത് കൊണ്ടിട്ടിരിക്കുക പിശാച്. അപ്പോ നമ്മൾ ഇന്ന് പ്രലോഭനം നമുക്ക് ഇഷ്ടമുള്ളതുമായിട്ടാണ് വരുന്നത്. ഈ പ്രലോഭനം എന്ന് പറയുമ്പോൾ പിശാച് നമ്മളെ ഉപയോഗിക്കുന്ന നമ്മുടെ ബലഹീനതയിലൂടാണ് നമ്മുടെ ഈ അകത്ത് കിടക്കുന്ന സ്ഥാനം പുറത്തോട്ട് വലിക്കുന്നത്. നമ്മുടെ അകത്ത് പാപമുണ്ട്. പക്ഷെ ഈ പാപ സ്വഭാവം പുറത്തോട്ട് വരുന്നത് നമ്മുടെ എവിടോ ഒരു ബലഹീനതയുണ്ട്. ആ ബലഹീന വശത്തൂടാണ് ഇത് പുറത്തോട്ട് വരുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഒരു ബലഹീനതയുണ്ട്. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല, എല്ലാവരുടെയും. ഈ ബലഹീനത എന്താണോ അവിടെയാണ് എന്ത് വരുന്നത്? നമുക്കെല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര മുൻകോപം ഭയങ്കര മുൻകോപമായിരുന്നു. വെട്ടാൻ കുത്താനും നടന്ന എനിക്ക് മുൻകോപം എന്ന് പറയുമ്പോൾ സർവ്വസാധാരണമല്ലേ. അങ്ങനെ നടന്ന് ഞാൻ ഉപദേശിച്ചായപ്പോൾ വിശ്വാസിയുടെ അവസ്ഥ എത്ര ഗതികേടായിരുന്നു ഓർത്തോ. ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ 3ാമത്തെ പൈനിയറാണ്. അപ്പം ആദ്യത്തെ പൈനിയർ ആയതുകൊണ്ട് തന്നെ വിശ്വാസം ഭയങ്കരപ്പെട്ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൈയടിക്കാത്തതിന് ഇഷ്ടമല്ല, കണ്ണടയ്ക്കാത്തതിന് ഇഷ്ടമല്ല, കാലിമേൽ കാലി വെച്ചാൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ ഞാൻ അന്നേരം സഭയിലൊക്കെ ആളുകൾ വരും. അവരിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആരാധിച്ചതിൻ്റെ ഇടയ്ക്ക് ചെവിച്ചെന്നാണ് പറയുന്നത്.
ഇടിക്കാൻ ആഴുകറിയാൻ കലയും ഇനിയൊന്ന് ദേഷ്യമായി. എൻ്റെ കാര്യം കർത്താവിന് ചാട്ട എടുത്ത് അടിക്കാമെങ്കിൽ പിന്നെ അത് പാക്കത്തോടൊക്കെ കഴിച്ചില്ലേ കർത്താവ്. പിന്നെ അതുപോലെ എനിക്ക് വേറൊന്നും അല്ല, സ്വത്രാജി ഇടാത്തല്ലെന്ന് വന്നിരിക്കുന്ന ഇരിപ്പ് കാണണം. എല്ലാവരും പാടുമ്പോൾ ഇതിനെയൊക്കെ പിന്നെ എന്നെ ചെയ്യും. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പുള്ളി കടപ്പാക്കട ഉള്ളൊരു മനുഷ്യൻ വന്നു എന്നോട്. പുള്ളി വന്ന് പുള്ളി വെള്ളം ഇട്ട് കാലുമേ കാല് വെച്ചിരിക്കുക. എനിക്കാണെങ്കിൽ കണ്ടപ്പോഴേ എന്തോ ഒരു ഒഴിക്കുക പ്രസംഗം കൊണ്ട് മൂത്ത് വന്ന് എല്ലാവരും ആരാധിക്കാൻ പറഞ്ഞു. അടിവേറി ഞാൻ പഠിപ്പിക്കും. അന്ന് അഭിഷേകം പ്രാപിച്ചു. എനിക്ക് തമിഴ്നാട്ടിൽ ചെന്ന് പ്രസംഗം തുടങ്ങി. അത് മാർത്താണ്ടത്തെ കണ്ട പ്രസംഗം തുടങ്ങിയാൽ പോയി പിള്ളേർ ഇതുപോലെ മൊബൈലൊക്കെ വന്ന സമയം അത് നോക്കുമ്പോൾ അതിനെ തീർന്നൊരു ഫേസ്ബുക്ക് ഇങ്ങനെ തീരെ വെട്ടം പോകും. ഞാൻ എന്തോ വെട്ടം പോകും. ഈ ഫേസ്ബുക്ക് അന്ന് കിട്ടി. എനിക്ക് അപ്പോഴേ അടിമുടി പറച്ചിരിക്കുക. ഞാനിങ്ങനെ പ്രസംഗം തുടങ്ങി പാട്ടൊക്കെ പാടി ആരാധികമായി അടക്കൂടെ ഇറങ്ങിയപ്പോൾ ഇവൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ആറേഴ് നൃത്തം അന്ന് തുള്ളി ഇറങ്ങി. അവൻ്റെ ഡിസ്പ്ലേ തവിട് പോയി. അല്ലാതെ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? പള്ളിയിൽ ഇത് കൊണ്ടുവരരുത്, അന്നത്തോട് നിർത്തിക്കാണും. കാര്യം അതിൽ ഓർമ്മ വേണം. ഇനി മേലാൽ ഈ സാധനം കൊണ്ടുവന്ന് എന്ത് ചെയ്യരുത്. അന്ന് എനിക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടായി. ഞാൻ ദൈവസ്ഥലത്തിൽ ഉപവസിക്കാൻ തുടങ്ങി. കർത്താവേ കോപം ശരിയല്ലോ, വല്ലാത്ത വിഷമമാണ്. കാര്യം എൻ്റെ ഡിസ്പ്ലേയുടെ കാലത്തൊന്നും അല്ല കൊടുത്തത്. എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചു 3:21 മുൻകോപം മാറ്റാൻ. 3:21 ദൈവത്തോട് ഞാൻ കൃപ പ്രാപിച്ചു. ഇപ്പം വിശ്വാസിയിൽ ഉറങ്ങിയാലും ഞാൻ ശ്രദ്ധിക്കുക. എനിക്ക് ആ കൃപ കിട്ടി. ചിലതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രസംഗം വരത്തില്ല. പാസ്റ്റർമാർക്കറിയാം. അത് സാധാരണ പാസ്റ്റർമാരൊക്കെ ഒരു 15 മിനിറ്റ് ആവുന്ന സ്റ്റാർട്ടിംഗ് ട്രബിൾ. ഏതാ വാക്യം വായിക്കുന്നത് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയാം. പ്രത്യേകിച്ച് ആ ടോണില്ല പ്രാർത്ഥിക്കാം. അല്പസമയം സ്തുതിച്ച് ഓ ജീസസ്, അല്പസമയം ശക്തിയോടെ ശബ്ദമുയർത്തി എന്തിനാണെന്നറിയാം? എങ്ങനെയും നീ ഒന്ന് സ്തുതിക്കേ. ഉപ്പുമാങ്ങ ഭരണി പോലിരിക്കുന്ന നീ ഒന്ന് സ്തുതിച്ചിട്ട് വരും എനിക്കൊന്ന് പ്രസംഗിക്കാം. എനിക്കത് വിഷയമില്ല. അതാ ഞാൻ അങ്ങനെ സ്റ്റാർട്ടിംഗ് ഗ്രൗണ്ട് ഇല്ലാത്ത കൃപ പ്രാപിച്ചു. എനിക്ക് നീ ഉറങ്ങിയാലും ഞാൻ പ്രസംഗിക്കും. ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളൊക്കെ രൂക്ഷമായിട്ട് നോക്കിയാലൊക്കെ പ്രസംഗം പോക്കാം. സത്യമല്ലേ? ഒരിക്കൽ ചില വിശ്വാസികൾ സ്തോത്രം കൈവല്ലം മുങ്ങി തീർന്നു. ഉള്ളിലൊരു ഉൾക്കിടിലവ തൂതെല്ലാം മറന്നു പോകും. ഒരിക്കൽ വന്ന നല്ല തൂതാ, പക്ഷെ പുള്ളിയുടെ നോട്ടമൊക്കെ ഇരിപ്പാണ്. അപ്പോഴേ വിഴുങ്ങുന്നത് ദൈവം ഇനി പറഞ്ഞ ഇനി കൊത്തു, നീ ഇവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകണ്ടു. എനിക്കത് വിഷയമല്ല. എനിക്ക് കൃപ കിട്ടിയുണ്ട്. അങ്ങനെ നോക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയും കൃപ കിട്ടി, സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് അതാണ് ഈ മുൻകോപം എന്ന് പറഞ്ഞൊരു സ്ഥാനം. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാടെണ്ണത്തിന്റെ കയ്യിൽ ഇരിക്കൊണ്ട് ഇരിക്കുന്ന 90% കയ്യിൽ ഇരിക്കുന്ന സാധനം ഇതാണ്. ഇതാണ് മെയിൻ ഐറ്റം. ഇതാണ് എഫെസ്യ ലേഖനം 4:27 പറയുന്നത്. 4:24, 25, 26 വീട്ടിൽ പോയിട്ട് വായിക്കണം. അവിടെ എഴുതുന്ന കാര്യം കോപിച്ചാൽ പാപം ചെയ്യരുത്. മെയിൻ സാധനം ഇവിടെയുള്ള അച്ചായന്മാരുടെ കയ്യിലല്ല ഇരിക്കുന്നത്. ഇതാ മെയിൻ സാധനം. അത് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടാ പൊട്ടു. അത് പറയുന്നതിനറിയോ? എനിക്കാണെങ്കിൽ പിടിച്ചാൽ കിട്ടത്തില്ല. പിടിച്ചാൽ കിട്ടത്തില്ലെന്നുള്ളത് പിശാചിനും അറിയാം. അതാ ഈ പിടി പൊട്ടുന്നത്. നമ്മൾ ഉപസിച്ച് പ്രാർത്ഥിച്ച് കൃപയൊക്കെ പ്രാപിച്ച് വെളിപ്പാട് ദർശനമൊക്കെ കിട്ടി. മതി ചെരുപ്പ് മാറ്റി വെച്ചാൽ അപ്പോഴേ പൊട്ടും. ഫ്രണ്ടില്ല എനിക്ക് ആടിക്ക് വെച്ച് ചെരുപ്പ് വെച്ച് ഈ അവിടെ ഇവിടെ എനിക്ക് ഇഷ്ടമല്ല. വിചാരിച്ചറിയാം എൻ്റെ പൊന്നു സഹോദരൻ, നിന്റെ ഈ ചെരുപ്പ് മാറിയാൽ പോകാനുള്ള കൃപയാണ്. അതുകൊണ്ട് ആ ചെരുപ്പ് പിള്ളേർ വരുമ്പോഴേ തെറ്റിത്തെറിപ്പിച്ചിടും. അപ്പോഴേ പോയി കൃപ പോയി തിരിച്ചൊരു കൃപയിലൊന്നുമില്ല. പിന്നെ ദാഗോന്റെ ക്ഷേത്രത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ പുള്ളി കിടന്ന പോലെ പെട്ടകമല്ല ക്ഷേത്രത്തിൽ പെട്ടകം വരും. ഞാൻ അതിന് അനങ്ങായിരുന്നു. അതാ പെട്ടകം കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് എനിക്ക് ഓർമ്മ. രാഘവന്റെ ക്ഷേത്രത്തിൽ പെട്ടകമല്ല, പുള്ളി കയറി നിൽക്കുകയായി. കൃപയും പോയി, ജടയും പോയി. സൗകര്യമാര് ഞാൻ അങ്ങ് പിടിച്ചിരിക്കും. സാരി ഇടുമ്പോഴാ സാരി ഇടുമ്പോൾ എനിക്ക് എന്റെ കൺട്രോൾ അങ്ങ് പോവുക. പിന്നെ എനിക്ക് എന്ത് ചെയ്തില്ല. അത് അച്ഛനും മനസ്സിലാകണ്ടേ എനിക്കിത് വരുമെന്ന് പോയി. അച്ഛനും അറിയാം, ആൾക്കട്ടം പറഞ്ഞു വരുമ്പോ അറിയാതെ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴേ പൊട്ടിത്തെറി. അതിന്റെ ഇവിടെ അടുക്കള വരെ 200 രൂപയ്ക്ക് ഉപന്യാസം. ആദ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉള്ള കൃപയെല്ലാം കൂടെ അങ്ങ് ഡിസ്പ്ലേ പോകുന്നേ. നമുക്ക് സംഭവിക്കുന്ന ഗതികേടില്ല.
നമ്മുടെ പലരുടെയും എൻ്റെ മുൻകോപം മൊബൈലെല്ലാം നിർത്തണം കേട്ടോ, ഗെയിമല്ല കേട്ടോ. പിശാച് കൊണ്ടിരുന്ന കേട്ടോ ടെൻഡൻസി കട്ടിയിൽ വല്ലാത്തൊരു നിങ്ങളെ മേടിക്കുന്ന അതാ. കിട്ടിയില്ല എന്തൊരു ദേഷ്യമാണ്. ഇനി എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടരുത് കേട്ടോ കേട്ടോ. അതാണ് തീരുമാനം എടുക്കണം. കാര്യം നമ്മുടെ എല്ലാം മോഹം അറിയാം, വീക്ക്നെസ് അറിയാം, എവിടെ ടെംപ്ടേഷൻ വരുമെന്ന് അവൻ അറിയാം, ഏത് വാക്ക് പറഞ്ഞാൽ നീ പ്രതികരിക്കുമെന്ന് അവൻ അറിയാം. നമ്മുടെ എല്ലാം ഫുൾ ഹിസ്റ്ററി ഉണ്ടെന്ന് ദേഷ്യപ്പെടുന്ന ഏത് വാക്കിലെന്നറിയാം. ചെന്ന് പറയുന്നത് അത് പറഞ്ഞാൽ പിന്നെ എനിക്ക് അത് തന്നെ പറയും. പിന്നെ അത് പറയാതെ എവിടെ പോകാന് അതിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചോണ്ടിരിക്കുക. നമ്മൾ തുറച്ചു തന്നെ എന്നൊക്കെ പറയും. സാറില്ല അവിടെ ഇരിക്കുന്നത് 2:45 അയാളെ കൊണ്ട് ഞാൻ പറയിക്കും കാര്യം അങ്ങോട്ട് ഒത്തില്ല. ഇന്നലെ വരെ നിങ്ങൾ ആരുടെയാണെന്നോ പോയി കൃപ പോയി കൃപ അവിടെ കളഞ്ഞു. പാവപ്പെട്ടവൻ ഉപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ തീർന്നു. കൺട്രോൾ പോയത് എന്താ പറയുക, എൻ്റെ നേരെ എന്നെ തകർക്കാൻ, എൻ്റെ മുൻകോപം കൊണ്ടുവരാനായിട്ട് എൻ്റെ വീടിൻ്റെ എതിർവശത്ത് താമസിക്കുന്ന ഓട്ടോക്കാരൻ സുനിയ അങ്ങേരെ എൻ്റെ വീട്ടിലോട്ട് പിന്നെ എന്നെ കോപിപ്പിക്കാൻ 10 അസഭ്യം പറഞ്ഞ് എനിക്ക് 2 പട്ടിയുണ്ട്, ഡോബർമാനും ഉണ്ട്, ലാബും ഉണ്ട്. ആ 2 എണ്ണത്തെ അഴിച്ചുവിട്, അവൻ്റെ ഗതികേടാണ്. അതുകൊണ്ട് എനിക്കത് കോപം വരത്തില്ല. എനിക്ക് നിസ്സാരം അഴിച്ചു പോടാതെ പറഞ്ഞാൽ കൊറോണയും ബ്രൂണയും തീർത്ത് ഗതികേട്. പക്ഷേ എനിക്ക് 2 ആൺമക്കളാണ്, ഇരട്ടകൾ, 18 വയസ്സുള്ള 2 എണ്ണം. എൻ്റെ ഭാര്യ ഇരുന്നതെന്നെ കോപിപ്പിക്കാൻ നിന്നാൽ ഞാൻ ഏത് പട്ടി അടിച്ചു അതെന്ത് വിഷയം, പട്ടി അടിച്ചുവിടാൻ ഇങ്ങോട്ട് വയ്ക്കേ ഏത് പട്ടി അടിച്ചുവിടും. ഓടാനൊന്നും പറ്റുന്നില്ല. ഇവിടെ നമ്മൾ ഒരു ആത്മീകൻ ആദ്യം വിടുതൽ പ്രാപിക്കുന്ന വീട്ടിൽ പുറത്തുകാരുണ്ട്. നമ്മളീ പുറത്ത് ചെന്ന് സഭാഹോളിൽ എല്ലാവരും വിടുതലായി നോക്കുന്നത് വീട്ടിലാണ്. കാര്യം നമുക്കെതിരെ നമ്മളേറ്റവും സ്നേഹിക്കുന്ന, സഹകരിക്കുന്ന, നമ്മുടെ പ്രിയപ്പെട്ടതിലൂടെ നമ്മുടെ ബലഹീനത പുറത്തോട്ട് കൊണ്ടുവരും. ഇവിടെ നമ്മൾ ജയിക്കണം. ഇവിടെയാണ് ജയിക്കുന്നത്. കാരണം നമ്മുടെ വിലപ്പെട്ട കൃപ തകർക്കാൻ പൈശാചികന്റെ ഏജന്റായി ഇവര് പോലും അറിയുന്നില്ല. ഇതിനെ ജയിക്കാനാ പറയാം. ഇവിടെയാ പിശാച് പ്രലോഭിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബലഹീന വശത്തെ ചൂഷണം ചെയ്തു വരുമ്പോ നമ്മൾ എങ്ങനെ ജയിക്കും? അതിന് എന്താ പറയുക, പറയാനൊക്കെ എളുപ്പമാണ്. അതാ അത് കാര്യം എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞു വിടുന്ന പോലല്ല, നമുക്കിഷ്ടമുള്ളത് നമ്മുടെ ബലഹീനതയെ കൂടെ വലിച്ചെടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഏക വഴി ഒന്നുകിൽ അകത്തെ മോഹത്തെ റീപ്ലേസ് ചെയ്യുക, 2 നിങ്ങളുടെ ബലഹീന വശത്തെ ബലമുള്ളതാക്കുക. ഈ ബലമുള്ളതാക്കാൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഡബിൾ ചങ്കും 6 പായ്ക്ക് വരുന്നുണ്ട് നീ നടക്കുകയല്ല. ഇവിടെ വേണ്ടത് കൃപയാ. ഒടുവിൽ കർത്താവിലും ദൈവകൃപ കൊണ്ടല്ല. എന്നെ നിങ്ങളെ സൃഷ്ടിച്ചത് തമ്പുരാന്, ദൈവത്തിന് മാത്രമേ നമ്മുടെ ബലഹീനത അറിയത്തുള്ളൂ. ദൈവകൃപ കൊണ്ട് അടയ്ക്കാൻ കൃപ പ്രാപിക്കണം. അപ്പൊ അതുകൊണ്ട് പ്രലോഭനത്തെ അതിജീവിക്കേണ്ടത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. പരീക്ഷ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അപ്പൊ ടെംപ്ടേഷൻ എന്ത് ചെയ്യണം? ജയിക്കൊന്നും വേണ്ട, പറ്റത്തില്ല. സഹിച്ചാൽ മതി. പക്ഷെ മാക്സിമത്തിൽ ശ്രമിക്കും. പക്ഷെ പിടിച്ചു നിൽക്കണം, പൊട്ടരുത്. അതാ വിഷയതാണ്. അല്ല, അതി വീഴുമ്പോഴേക്ക് കൊണ്ടുപോകുന്ന എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ പ്രതീക്ഷ നമ്മൾ കാത്തുവെച്ചു നമുക്ക് വലുത് അത് വലിച്ചെടുക്കാൻ അവൻ നമ്മളെ ടെംപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ വലുത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ വെളിപ്പാടിലാണ് നിൽക്കേണ്ടത്. ഇതെപ്പോഴാണ് നടക്കുന്നത്? ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും അവിടെ. കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? അപ്പൊ നമുക്ക് എതിരായിട്ട് വരുന്ന ആരാ? വീട്ടിലുള്ളവരെല്ലാം കൂടെ ഒന്നിക്കുന്നത് എന്തിനാ? നിന്റെ കൃപ തകർക്കാൻ. ഇത് കഴിയുമ്പോഴോ അയ്യോ അത് കഴിയുമ്പോ ഓട്ടച്ചായ എന്ന് പറഞ്ഞു ഇതെല്ലാം മുസ്ലിം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു പിടിപ്പിച്ച ആളുകളല്ലേ വന്നത്.
സോൾവ് ആയി നമ്മുടെ എല്ലാം കൂടെ അങ്ങ് പോവുകയും ചെയ്യും. എന്നിട്ട് ഒരു ക്ഷമയും കൂടെ. നമ്മളപ്പോ എവിടെ എത്തി? യാഗോന്റെ ക്ഷേത്രം. ഇതെല്ലാം കട്ട് ചെയ്ത് മൊത്തം കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അവരൊരു ക്ഷമയും വന്ന് ഡെലിവറി എന്ന് പറഞ്ഞ് സോറി സോറി ഞാൻ അറിയാതെ കട്ട് ചെയ്യുകയല്ലേ, അറിയാതല്ലേ. ഇത് കട്ട് ചെയ്യാതിരിക്കുമ്പോൾ നിന്നെ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയും എവിടെ ആയിരിക്കും. അതെല്ലാം മൂന്നാമത്തേതും നാലാമത്തേതും അഞ്ചാമത്തേതും ആയിരിക്കും. എല്ലാം കൂടെ കട്ട് ചെയ്താൽ കളയും. നമ്മൾ അഭിഷേകം ഉള്ളപ്പോഴേ ഉള്ളൂ, അല്ലെ പിശാചിന് നമ്മളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ അകത്ത് ഒരു പ്രാർത്ഥനയുടെ സ്വരം, ദൈവകൃപ വേണം. എപ്പോഴാണ് നടക്കുന്നതെന്നുള്ളത് പെട്ടെന്ന് എപ്പോഴാണ് ഇത് നടക്കുന്നത്? എഫെസ്യ ലേഖനം പെട്ടെന്ന് എടുത്താട്ടെ. എഫെസ്യ ലേഖനം 6:13 വായിച്ചേ. ദുർദിവസം. അപ്പൊ ഈ ഫൈറ്റ് നടക്കുന്ന ദിവസം എന്ന ദുർദിവസം. ഗ്രീക്കിൽ കൊനേറോസ് എന്ന വാക്ക് എഫെസ്യ ലേഖനത്തിൽ ഒരിടത്തൂടുണ്ട്. 5:16 അപ്പോ ഈ ഫൈറ്റ് നടക്കുന്നത് ഒരു സീസൺ, ഒരു ദിവസമല്ല, ഒരു സീസൺ. ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഈ ദൈവസഭയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി മുതലുള്ളൊരു സീസൺ, ഒരു തലമുറയുടെ കാലം. കാരണം ഇവിടെ മുതൽ ഒരു വേദപുസ്തകം ഒരു തലമുറയുടെ കാലഘട്ടം 40 എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടിയാൽ തന്നെ AD 60 കൊടുക്കുമ്പോൾ അടുത്ത 40 കൊല്ലവും നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? ഈ ഫൈറ്റിൽ പിടിച്ചു നിൽക്കണം. പക്ഷെ അവർ ആ ഫൈറ്റിൽ ഞാനിങ്ങനെ. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ തലമുറയിൽ നമ്മൾ അറിയേണ്ടത് ഓരോ യുഗങ്ങൾ, അതിൽ എല്ലാ യുഗങ്ങളും എടുക്കുമ്പോൾ ഒരു യുഗം തീരാറാകുമ്പോൾ ഒരു മെജോറിറ്റി തകരുന്നു, മൈനോറിറ്റി ദൈവത്തിനെ വേർതിരിക്കുന്നത്. ഇത് കൃപായുഗത്തിന്റെ എൻഡ് ടൈം. മെജോറിറ്റിയെ നോക്കരുത്. മെജോറിറ്റിയെ നോക്കിയാൽ നീയും തകരും. ഒരു മൈനോറിറ്റിയെ ദൈവം ശേഖരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് എന്താണെന്ന് പറയാം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഒന്നുകൂടെ വായിച്ചു സിസ്റ്റർ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് 5:16 ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. ഒന്നുകൂടെ വായിച്ചു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ. സാത്താന്റെ കുതന്ത്രം എന്താണെന്നറിയാമോ? സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ കിടക്കുന്നത് റെഡീമിങ് ദ ടൈം. അപ്പൊ ടൈം റെഡീം ചെയ്യണം. റെഡീം ചെയ്യുക, വീണ്ടും കൊള്ളുക, വില കൊടുത്തു വാങ്ങുക. അത് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് കിട്ടും. ആ ഗിഫ്റ്റ് വൗച്ചറൊക്കെ നമ്മൾ നിർണായക സമയത്ത് റെഡീം ചെയ്യുന്നത് പോലെ ടൈം വൗച്ചറുകളായി സൂക്ഷിച്ചിട്ട് ടൈം എന്ത് ചെയ്തോണം? സമയാസമയത്ത് വില കൊടുത്ത് വാങ്ങണം. ഈ അന്ത്യകാലത്ത് ഒരാത്മീയൻ സമയം എന്ത് ചെയ്യണം? വില കൊടുത്ത് വാങ്ങണം. അപ്പൊ വില കൊടുത്ത് വാങ്ങാൻ പറഞ്ഞ പിശാചിന്റെ തന്ത്രം സമയം നഷ്ടപ്പെടുത്തുക. അപ്പൊ സമയം നഷ്ടപ്പെടുത്തുമ്പോൾ ആത്മീയൻ എന്ത് ചെയ്യണം? സമയം ഏത് കാര്യത്തിലാണ് നഷ്ടപ്പെടുത്തുന്നത്? ഉറക്കെ പറഞ്ഞു. നിങ്ങൾക്ക് 100 ലാൻഡായി, എനിക്ക് പിടികിട്ടി. ആത്മീയത്തിന്റെ സമയം. നമ്മള് ഇന്നിന്റെ നിങ്ങളിപ്പോ തെറിക്കണമെങ്കിൽ നിങ്ങൾ ഈ കസേരയെല്ലാം കൂടെ ഒഴിച്ചിന്ന് ഈ ഫ്ലവേഴ്സ് ഒക്കെ താഴെ വീഴണമെങ്കിൽ പ്രായമുള്ളവരോട് പറയേണ്ടത് നിന്റെ തലമുറയുടെ കെട്ടിപ്പ് എന്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം മാറ്റേണ്ടി വരും. പിന്നെ ചെറുപ്പക്കാരോട് പറയേണ്ടത് വിദേശയാത്രയുടെ വഴി അടഞ്ഞത് എന്ത് ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്നൊരു ആവേശം. നമ്മളിതെല്ലാം നമ്മുടെ മെയിൻ കാര്യം, നമ്മുടെ പിശാചിനെ നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്ന എല്ലാം പിശാചി നമ്മുടെ നേരെ വരുന്നതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. നന്മ മുടക്കുന്നു, ജോലി മുടക്കുന്നു, കല്യാണം മുടക്കുന്നു, എൻ്റെ വണ്ടി വണ്ടിക്ക് ഫിനാൻസ് തരാതിരിക്കുന്നു, അവർക്ക് ഫിനാൻസ് തരാതിരിക്കുന്നു. പിന്നെന്തോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആത്മീയത്തിനെതിരെ? അതിൽ ആർക്കുമില്ല. ഒരു ഉപദേശിക്കും അത് പറയണ്ടേ. ഈ പിശാചി ഇന്ന് പുറത്തുനിന്ന് പറയുന്നതെന്ന് അറിയാമോ? പറ ഭാഷ എന്ന് പറയാം. വെറുതെ ഞങ്ങൾ എത്ര നാളായിട്ട് ഈ അപവാദം കേൾക്കാമെന്ന് അറിയാമോ? അതുകൊണ്ട് നേരം വെളുത്ത വൈകുന്നേരം വരെ പറയുന്നത് അവരുടെ കാശ് മുടക്കി, ജോലി മുടക്കി, വിദ്യാഭ്യാസം മുടക്കി. പിശാചി പറയുന്നത് യക്ഷി മറുതയോട് ചോദിക്കുക,
മറുതെ നമ്മൾ അവിടെ വിദ്യാഭ്യാസം മുടക്കിട്ട് എന്നാ ചെയ്യാനാ? അപ്പോൾ അപ്പുറത്ത് യക്ഷി പറഞ്ഞു കൊടുക്കുക, അതല്ലേടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇതുങ്ങൾ നേരം വെളുക്കും മുതൽ കാശ് എടുത്ത് നമുക്ക് എന്തിനടി കാശ്? അപ്പം മറ്റേ മാടം വന്ന് പറയാം, അത് അവർക്ക് ബോധമില്ലാഞ്ഞിട്ടല്ലേ. അപ്പോൾ അറുവല വന്ന് പറഞ്ഞു, കൊല്ലത്തുനിന്ന് അങ്ങേരിന്ന് പോയിട്ടുണ്ട്, അങ്ങേര് അതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. പിശാചിന്റെ ലക്ഷ്യം നിന്റെ ജട പോകുന്ന. ശിംശോന്റെ അടുത്തോട്ട് ഈ വെളിച്ചം വന്ന് ചോദിക്കുന്നത് പലതാണെങ്കിലും ലക്ഷ്യം എന്താ? നിന്റെ ശക്തിയുടെ ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നും ഈ ശിംശോന്റെ രീതി നമ്മൾ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ ശിംശോന്മാർ പറയുന്നത് അറിയാമോ? ഡൽഹിയിൽ എന്നിലും നക്കത്തിൽ തൊഴിലാതി പിശാച്. അതിന് ശരിയല്ലേ? ആ മുന്തിരിത്തോട്ടങ്ങളിൽ എനിക്കുള്ള നന്മ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗംഭിക്കുന്നു. ഇതൊന്നുമല്ല വെളിച്ചം പറയുന്ന, അയ്യോ ഇതൊന്നുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. അവന്റെ ജടയുടെ ആണോ എവിടെ അവന്റെ ശക്തിയുടെ സീക്രട്ട്? ഞങ്ങൾ അതിങ്ങനെ തേടി നടക്കുക. നമ്മുടെ അകത്തേക്ക് കയറി വരും നമ്മുടെ ആത്മീയത, ദൈവവുമായുള്ള ബന്ധത്തെ അറുത്ത് കളയുന്നത് ആ പിശാചിന്റെ ലക്ഷ്യം. അങ്ങനെ അറുക്കുന്നതിന്റെ തുടക്കം ആദ്യ സ്നേഹത്തിൽ നിന്ന്. പിടികിട്ടിയോ? ഇത് ചെറിയ കാര്യമല്ല. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടെങ്കിൽ ഓർത്തോണം, അറുത്തു തുടങ്ങി. രക്ഷിക്കപ്പെട്ട എന്റെ അമ്മത്തെ കണ്ണുനീര് പോയെങ്കിൽ ഓർത്തോണം, ജയിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണ്. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കൊണ്ടിരിക്കുക. അതിന് സാത്താൻ എന്താ ചെയ്യുന്നറിയാമോ? നിന്റെ ആത്മീയത്തിന് ഉപയോഗിക്കേണ്ട സമയം കൂടെ എന്തിനു വേണ്ടിയാണെന്നറിയോ? ലോകാര്യത്തിന്. വെളിപ്പാട് പുസ്തകം 3:15 ഒരു 15 മിനിറ്റ് എടുക്കുക. നിങ്ങൾ ഏതായാലും ഞാൻ ഇന്ന് വന്നതല്ലേ, ഒന്നിരിക്കെ പറഞ്ഞു തീർക്കാം. കാര്യം എന്നല്ലേ പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ ഏജാവ് പറഞ്ഞ പോലെ അപ്പാ ഒന്നുമില്ലയോ അപ്പാന്ന്. വെളിപ്പാട് 3:17 വായിച്ചു. ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും എന്ന്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? ധനവാനാണ്, സമ്പന്നനാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഇനി നമുക്ക് അറിയാത്ത എന്താ? നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ. ഇത് നമുക്കറിയില്ല. നമുക്ക് അറിയുന്നില്ല. നമ്മൾ അറിയുന്ന ഒത്തു ധനവാൻ, സമ്പന്നൻ, ഒന്നിനും മുട്ടില്ല. നമ്മുടെ വലിയ സാക്ഷ്യം, ചെറിയ സാക്ഷ്യം, ഈ ഡിസംബർ 31 വെച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ വലിയ സാക്ഷ്യം. കൺവെൻഷനൊക്കെ വരുമ്പോൾ കൂടെ നമ്മുടെ പ്രിയ അങ്കിൾ വന്നിട്ടുണ്ട്. അങ്കിൾ ഭയങ്കര സാക്ഷ്യം, ജീവിക്കുന്ന സാക്ഷ്യം. എൻ്റെ അങ്കിൾ പറയുന്നറിയോ? പണ്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സൈക്കിൾ പോലും ഇല്ലാതെ ഞങ്ങളിങ്ങനെ ഒരുപാട് ഒരു വണ്ടിയെ നോക്കി സൈക്കിൾ പറ്റും. ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ വണ്ടികളുടെ എണ്ണം എല്ലാം കൂടെ അടിയോടടി. എന്നിട്ട് പറയുന്നു, ഇത്ര ജീവനുള്ള സാക്ഷി എത്ര വലുതായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ആന്റി വരുന്നുണ്ട്. ആന്റിയുടെ സാക്ഷി കേൾക്കണം. ആന്റി ഭയങ്കര സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം അറിയുമ്പോൾ? ഞാൻ മാറി കൊടുക്കാൻ വസ്ത്രമില്ലാതെ ഞാൻ ജനിക്കുന്ന പലരും നല്ല തുണിക്കടകളൊക്കെ കാണുമ്പോൾ നോക്കി നമ്മൾ ബാക്കി വന്നിട്ട് വെള്ളം ഇറക്കി ഇത് പറയുന്നില്ല. നോക്കി ഇങ്ങനെ ഒരുപാട് ഭാരപ്പെട്ട് ആരൊന്നുമല്ല ആർത്തിയേറി എനിക്കില്ലല്ലോ ഇങ്ങനെ നടന്നു. എന്നാൽ ഇത് എന്റെ വീട്ടിൽ അലമാരി തുറന്നാൽ താഴോട്ട് വീഴുക. നമ്മൾ പറയുന്നു ഭയങ്കര സാക്ഷ്യം. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കും, എനിക്കൊന്നിനും മുട്ടില്ല. ഇതല്ലേ നമ്മുടെ സാക്ഷ്യം. രക്ഷിക്കപ്പെട്ട് പെന്തക്കോസ്തിൽ ദൈവകൃപ വന്നവരുടെ സാക്ഷ്യം ഇതല്ലേ? നമ്മളോട് ചോദിച്ചാൽ പറയുന്ന ഇറങ്ങി തിരിച്ചാൻ കാട്ടി സാമ്പത്തികമായിട്ട് മെച്ചമല്ലേ? അല്ലേ? അതോ കടം കയറിയോ? ഇല്ല. അത് നമ്മുടെ അതാ, നമുക്കെല്ലാതല്ലേ ഇതേ ഉള്ളൂ. പക്ഷെ അറിയാത്ത കാര്യം തമ്പരന്റെ സ്കാനിങ് റിപ്പോർട്ട് കണ്ടോ? എടാ ദരിദ്ര, ഉരുടനാ നീ നഗ്നനാ, അരിഷ്ടനാ. അതാ ഈ വെളിപ്പാടിലേക്ക് ഇന്ന് വരേണ്ടത്. ഞാൻ ഉമ്മിണ്ട് കളയും. നീ വില കൊടുക്കണം. ഏത് കാര്യത്തിലാ? അപ്പൊ സമ്പന്നനാകേണ്ടതിന് ആത്മീയ കാര്യത്തില. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ടത്, സാത്താൻ ഒരുവന്റെ നേരെ വാദിക്കുന്നത് നിന്റെ പണമോ നിന്റെ നന്മയോ അല്ല അവന്റെ ലക്ഷ്യം. നമ്മുടെ ആത്മീയം പോയാൽ പിന്നെ നമ്മൾ എന്തുണ്ട്? നമ്മുടെ അഭിഷേകം പോയാൽ എന്തുണ്ട്? അപ്പോ എന്തുകൊണ്ട് സാത്താൻ
നമുക്ക് നേരെ പൊരുതെന്ന് ചോദിച്ചാൽ നീ അവനൊത്ത എതിരാളിയാ. നിന്റെ മേലുള്ള വിളി വരും. നീ പ്രാർത്ഥിച്ചാൽ അവന്റെ പദ്ധതി പൊളി. നീ ആരാധിച്ചാൽ വിടുതലുണ്ട്. അഭിഷേകം വെളിപ്പെട്ടാൽ ദൈവം സാത്താൻ അറിഞ്ഞിട്ട് പ്രാർത്ഥനാ സമയം കഴിയുക. ആരാധനയുടെ സമയം ഹല്ലേലൂയ. ജയം കിമനെ കൃപ കൃപ കൃപ. കണ്ണുകളുമടച്ചു പ്രാർത്ഥിച്ചു. എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാക്കി ദൈവസന്നിധിയിൽ ആഴമായ ഒരു സമർപ്പണത്തിലേക്ക് സ്തോത്രം. ഒരു ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. സാത്താന്റെ കുതന്ത്രം അവരൊരു പക്ഷെ ചിലപ്പോൾ ഭൗതികം തന്നെന്നിരിക്കാം, ഭൗതികം മുടക്കിയെന്നിരിക്കാം. പക്ഷെ അവന്റെ യഥാർത്ഥ ലക്ഷ്യം വിളിയുള്ളതിനെതിരെ അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യും. ഹല്ലേലൂയ. ഏലിയാവിൽ നിന്ന് ഇരട്ടി ചെയ്തു എലീശ. ഏലിയാവ് ചെയ്തതിന്റെ എല്ലാം ഇരട്ടി ചെയ്ത ആളാണ്. എന്നാൽ എലീശയുടെ അടുത്ത ഇരട്ടി ചെയ്യേണ്ടത് ഗേഹസ്യ. ഏലിയാവ് ചെയ്തതിന്റെ 4 മടങ്ങ്. അതൊരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്തൊരു ശുശ്രൂഷയുടെ തലമാണ്. കാരണം ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി എലീശ ചെയ്തപ്പോൾ തന്നെ അരാം സൈന്യത്തിന്റെ രഹസ്യങ്ങളെ ഇവിടെ ചോർത്തിയെടുക്കുന്ന തരത്തിലുള്ള വെളിപ്പാടാണ്. അങ്ങനെങ്കിൽ അതിന്റെ ഇരട്ടി ഗേഹസ്യ ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ശുശ്രൂഷ ബ്ലോക്ക് ചെയ്യാൻ നയമായ നന്മ അകത്തിലേക്ക് അവനെ വീഴ്ത്തുന്നു. ജയം നൽകുന്നവനെ കരം പിടിച്ച് ഹല്ലേലൂയ. ജയം വാപികേ 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 വരാസിമനം വിലാപ് ശിവം വിലാപ് ശമലാരി ബഹേ കമരോ ശിവേ വൈദരോ 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 സഫല. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഞാൻ തോൽക്കുന്ന ഭാഗം അവിടെ എനിക്ക് വേണ്ടത് കൃപയാണ്. ഒന്ന് സമർപ്പിക്കേ. എലീശ ബാല്യക്കാരനോട് പറയുന്നത്, നിന്റെ കോടാലി എവിടെ വീണതെന്ന് നീ കാണിച്ചു തന്നാൽ ഞാനത് മടക്കി തരാം. ഇന്ന് ആത്മാവ് വ്യക്തികളെ വിവേചിച്ചിടപെടുന്നത് എവിടെയാ നീ വീണത്, എവിടാ നിന്റെ വാക്കിലാണോ ബലഹീനത, അവിടെ നീ ക്ലിയർ ചെയ്യ. എവിടാ നിന്നിൽ പാപം നിന്നെ വീഴിക്കുന്നത്, ഓ ഇന്ന് പകൽ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ കർത്താവേ എനിക്ക് കൃപ വേണം, എനിക്കൊരു കൃപ വേണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഓരോ പ്രാർത്ഥനകളും തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തോട് കൂടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സമയവും നഷ്ടപ്പെടുത്തരുത്. ആത്മീയ കൂടിവരവ് ഒന്നും മിസ് ചെയ്യരുത്. കാരണം ഈ തലമുറയിൽ സാത്താൻ അവന്റെ പദ്ധതി ഉള്ളതിനെതിരെ പ്രയോജനപ്പെടുത്തുമ്പോൾ ഇന്ന് പകലൊരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. വലിയ വിടുതൽ പരിശുദ്ധാത്മാവ് ചെയ്യുവേ. തീരുമാനം കിടക്കുന്ന യാഗപീഠങ്ങൾ തീരുമാനം പുതുക്കി നിൽക്കേ. മനസ്സിൽ കൊണ്ട് നടക്കാതെ വിളിച്ചത് ഞാനല്ലേ, എന്റെ പ്രവൃത്തി കാണും. കൊച്ചുമക്കളെ കുറിച്ചുള്ള ആദ്യ മകൾക്കാലം വില കൊടുത്തു വാങ്ങട്ടെ. ദൈവ എനിക്ക് കൃപ
കൃപ വേണം അപ്പച്ച. Praise. ജയിക്കാൻ ഒരു കൃപ വേണം. Hallelujah. Bilhamdulillah. ത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ അതിനോട് എതിരാതെ എതിരിടാൻ പോരാടാൻ ഒരു കൃപയെ തനിക്ക്, ഒരു കൃപയെ തനിക്ക്, ഒരു വലിയ ാശപ്പെടണ്ട. നീ എടുത്ത തീരുമാനത്തിൽ എന്റെ കരം ചലിക്കാൻ പോവുകയാണ്. ഉറച്ചു നിന്നോണേ, ഉറച്ചു നിന്നോണേ. അതെപ്പോഴും വീഴിക്കാൻ, വാക്കിൽ കൊടുക്കാൻ നോക്കി. സ്നേഹിച്ചവര് ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മെ കേൾപ്പിച്ച ഹല്ലേലൂയ വെളിപ്പാടുകൾ, ഹല്ലേലൂയ ദൂതകളൊക്കെ ദൈവാത്മാവ് നമുക്ക് നൽകി. വചനത്തിലൂടെയുള്ള വെളിപ്പാടുകൾ ദൈവം ഉപയോഗിച്ചല്ലോ. ദാസന് പ്രത്യേക കൃപകൾ വീണ്ടും പകരുവാൻ കർത്താവത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കുവാനുള്ള സഹായിക്കണം. ഏൽപ്പിച്ചു കൊടുത്ത് ശക്തമായി എല്ലാവരും പ്രാർത്ഥിക്കുന്നു.